ഹലോ. ഹലോ. ആൾക്കാര് കുറവുള്ള പങ്കെടുത്തിട്ടുള്ളൂ. വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ആൾക്കാർ കണ്ടും ഇത് ചെയ്തൊക്കെ വരുന്നു. കുറെ പേര് ലോഗിൻ ചെയ്തൊരു ലെഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതെ, വന്നും പോയിരിക്കുന്നു. ബിനു, ഇപ്പൊ സത്യത്തിൽ നിങ്ങള് ഡെവലപ്മെന്റ് എന്തൊക്കെ പ്രോജക്റ്റുകൾ റൺ ചെയ്തിരുന്നല്ലോ, അതൊക്കെ എവിടെ എത്തിയപ്പോ കാര്യങ്ങള്? നമുക്ക് കൂടുതലും ഈ ക്ലയന്റ് ബേസ്ഡ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ 2 ഡെവലപ്പേഴ്സിനെ എടുക്കും, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ക്ലയൻസ് വരും, അവർക്ക് പുതിയ റിക്വയർമെന്റ്സ് വരും. അപ്പൊ നമ്മൾ ഈ പ്രോഡക്ട്സിനെ വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിനെ എടുത്തും കൂടെ, അതായത് ഓൾറെഡി ഉള്ള പ്രോജക്ട്സിനുള്ള ഡെവലപ്പേഴ്സിന്റെ കൂട്ടത്തിൽ പ്രോഡക്ട്സിനുള്ള ഡെവലപ്പേഴ്സിനെയും കൂടെ ഇടും. മനസ്സിലായോ? അവസാനം പ്രോഡക്ട്സ് ഒന്നും ആകത്തില്ല, പ്രോജക്ട്സ് തീരുന്നതേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് നാളായിട്ട് നല്ല ഹെവി വർക്കുമാണ്. ഇപ്പൊ ഏതൊക്കെ മറ്റേ സ്റ്റാക്കിൽ ചെയ്യുന്നുണ്ട്? നമ്മൾ കൂടുതലും ഇപ്പൊ ഉള്ളത് ലെറാവലും നോട്ട് ജെഎസ്, റിയാക്ട് ജെഎസ് ഫ്രണ്ട് എൻഡ്, റിയാക്ട് നേറ്റീവ് ഫ്രണ്ട് എൻഡ്, ഇതിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. നമുക്ക് പിന്നെ പുറത്തെ കമ്പനികളുണ്ടാ? പുറത്തെ രാജ്യങ്ങളിലെ പ്രോജക്റ്റ് ഉണ്ടാ? നമുക്ക് പുറത്തേ ഉള്ളൂ, നമ്മൾ ഇന്ത്യ എന്നുള്ളത് എടുക്കുന്നില്ല വലുതായിട്ട്. നമുക്കിപ്പോ യൂറോപ്പ്, പിന്നെ US, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റും ചെറുതായിട്ട് എൻക്വയറീസ് വരുന്നുണ്ട്. ഈ അവിടൊക്കെ ടിക്കറ്റ് സൈസ് എത്ര വരുന്നുണ്ട് ഓരോ പ്രോജക്റ്റിനും? ഡിപ്പെൻഡബിൾ ആണ്. നമുക്ക് നമ്മുടെ ഒരു ആവറേജ് ടിക്കറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 5,000 യൂറോ തൊട്ട് ഒരു 25,000 യൂറോ അല്ലെങ്കിൽ ഒരു 30,000 യൂറോ, ആ ഒരു ടിക്കറ്റ് സൈസിലാണ് വരുന്നത്. ആ ഒരു റേഞ്ചില് ഡിപ്പെൻഡ് ചെയ്യും. 5,000 യൂറോ ഒക്കെ ആണെങ്കിൽ ടൈം സൈക്കിൾ എത്ര സമയം കൊണ്ട് തീർത്തു കൊടുക്കണം? ഒരു 2 മാസം മാക്സിമം. 2 മാസം മാക്സിമം. അതിന് മണ്ടയ്ക്ക് പോയാൽ നമുക്ക് തന്നെ നഷ്ടം. ഓക്കെ. ഡിപ്പെൻഡബിൾ ആണ്. ഈ വലിയ പ്രോജക്റ്റുകളാണെങ്കിലോ? വലിയ പ്രോജക്റ്റ് ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്ത ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറൗണ്ട് ഒരു 1.5 വർഷം ഉണ്ടായിരുന്ന, അതൊരു 50,000 to 55,000 യൂറോയുടെ ആയിരുന്നു. ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ഇത് നമ്മൾ എത്ര ഡെവലപ്പേഴ്സിനെ ഇടുന്നു, അവർക്ക് എത്രത്തോളം വേണം, അതിന്റെ കോംപ്ലക്സിറ്റി, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ടിക്കറ്റ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. നിങ്ങൾ ഈ ഡെവലപ്പേഴ്സ് ഒക്കെ എവിടെ ഇരുന്നിട്ടാ വർക്ക് ചെയ്യാ? എല്ലാം വർക്ക് ഫ്രം ഹോമാണ്. നമ്മള് ചൈനീസ് ഓഫീസിൽ പാര ഇരുത്തുന്നില്ല, എല്ലാം വർക്ക് ഫ്രം ഹോമാണ്. ഈ എന്താ പറയണ്ടി, അവിടെ ഓൺ സ്റ്റേഷനിൽ ആരുണ്ടാവും? ഓൺ സ്റ്റേഷൻ നമുക്ക് ആൾക്കാരെ വേണ്ട ആവശ്യമില്ല. കാരണം ഈ കൊറോണ കഴിഞ്ഞോടുകൂടി ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഇച്ചിരി കൂടെ ഇതിനെക്കുറിച്ചൊരു ഈ നമ്മൾ അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ ചെല്ലാതെയും നമുക്ക് പല കാര്യങ്ങളും നടത്താൻ വേണ്ടി പറ്റും. ഒരു ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂം കോൾ കൊണ്ട് തീരേണ്ട കാര്യമുള്ളൂ, അതിനുവേണ്ടി നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നല് ക്ലയൻസിന് ഓൾറെഡി ഉണ്ട്. അപ്പം ക്ലയൻസ്, ഞങ്ങൾക്ക് ഒരു ബെൽജിയം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആ ടൈമിലാണ് കൊറോണ വന്നത്. അപ്പം ഞാൻ പിന്നെ അത് മാറി നിന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത് ഇവിടുന്ന് ട്രെയിൻ ചെയ്തു അവരെ, ഇവിടെ ഇരുന്ന് തന്നെ ട്രെയിൻ ചെയ്തു അവരെ. അവരുടെ ടൈമിന് നമ്മൾ ഓൺലൈനായി ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി തൊട്ട് വൈകുന്നേരം ഒരു 11 മണി വരെ നമ്മൾ ഇരുന്ന് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ആപ്ലിക്കേഷൻസ്. അപ്പം അതോടുകൂടി അവർക്കും മനസ്സിലായി ഇത് മതി, അല്ലാതെ ഇതിനുവേണ്ടി ഒരു 3 വരെ 10 ദിവസം അവിടെ കൊണ്ടുപോയി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായി. അപ്പം അങ്ങനെ ഇങ്ങനെയായിട്ടൊക്കെ മാറി. ഈ മീറ്റിങ്ങിന് പങ്കെടുത്ത ആൾക്കാരൊക്കെ ഒന്ന് അവരവരെ പരിചയപ്പെടുത്തോ? ഒക്കെ കാണാത്ത ആൾക്കാരായോണ്ട് ചോദിച്ചതാണ്. മുൻകാലങ്ങളിലെ മീറ്റിങ്ങിനൊന്നും വളരെ നല്ല കാര്യമായിരിക്കും. കാരണം സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുറെ കൂടെ ഓരോരുത്തരും പരിചയപ്പെടുത്തിയേ കൊള്ളാമായിരുന്നു. മീറ്റിങ്ങിന് ആള് വളരെ കുറവാണല്ലോ. അഭിനവ്ജി, നമുക്ക് മീറ്റിങ്ങിന് വളരെ ഉഷാറായിട്ട് കൊണ്ടുനടക്കാം. അതാ ഒരാള് കൈ പൊന്തിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ അലി തബ്ഷീർ. എന്റെ പേര് തബ്ഷീർ അലി. ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഫസ്റ്റ് ടൈമിലൊക്കെ സൺഡേ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്യാപ്പ് വന്നു, രണ്ടാമത് വീണ്ടും കയറിയത്. ഓക്കെ, എന്താ ചെയ്യണത്? ഞാന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഒരു ഞാനിപ്പോ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്, പെരിന്തൽമണ്ണ ഒരു കമ്പനിയിലാണ്.
പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണോ മെയിൻ ആയിട്ട് ചെയ്യണത്? അതെ അതെ, പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഏത് ഇതിലാ പ്ലാറ്റ്ഫോമിലാ? മെറ്റയാണോ അതോ ഗൂഗിളോ? മെറ്റയും ഉണ്ട്, ഗൂഗിളും ഉണ്ട്. അത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ട് പ്ലാറ്റ്ഫോമിലുണ്ട്. അതെ അതെ, രണ്ടിലുണ്ട്. നമ്മള് ക്ലയന്റിന്റെ റിക്വയർമെന്റ്. മീഡിയ ബൈങ് ഒക്കെ ചെയ്യാറുണ്ടോ അതോ ആഡിന്റെ പെർഫോമൻസ് മാത്രമാണോ നോക്കാറ്? ഈ മീഡിയ ബൈങ് അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടില്ല. നമ്മൾ നാട്ടിലുള്ള ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്ക് ആ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സ്റ്റാൻഡർഡൈസ് മോഡലിൽ പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ സാധാരണ ക്ലയന്റിനൊന്നും ഇപ്പൊ അവർക്ക് മീഡിയ പ്ലാൻ, മീഡിയ ബൈങ് ഒന്നും അത്ര പരിചയമില്ലല്ലോ. അല്ല, അതാണ് ചോദിച്ചത്. മീഡിയ ബൈങ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. ഇല്ല, ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ സാധാരണ ക്ലയന്റിന് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്ലയന്റിന് നമ്മൾ എത്ര റിസൾട്ട് ഉണ്ടാക്കുന്നൊക്കെ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്ത് പോകും. നിങ്ങൾ എവിടുന്നാ പഠിച്ചത്? സ്വന്തമായി പഠിച്ചതാണോ? അല്ല, ഞാൻ CDA എന്ന് പഠിച്ചതായിരുന്നു 2022. അതിനുശേഷം കാലിക്കറ്റ് ഒരു കമ്പനി വർക്ക് ചെയ്തു. ഇപ്പൊ അവിടെ മലപ്പുറത്തേക്ക് മാറിയതാണ്. വേറെ ആർക്കാ പരിചയപ്പെടുത്താനുള്ളത്? അരുൺ പറഞ്ഞോളൂ. ഹായ്, അരുൺ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഹാർഡ്ലി 2 months ആയിട്ടുള്ളൂ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു 2 years ആയി. നമ്മുടെ ഫെയിം ട്രയാങ്കിൾസ് എന്നാണ് ഫെയിമിന്റെ പേര്. കൊല്ലം ബേസ്ഡ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു മെറ്റ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ വെബ്സൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തം ഏജൻസി ആണോ? അതെ, ഓൺ ഫെയിം ആണ്. ഒരു 4 സ്റ്റാഫ് ഉണ്ട് നമുക്ക്. എവിടെയുള്ള കമ്പനി ക്ലയന്റുകളാണ് കൂടുതലും? നമ്മള് കൂടുതൽ നമ്മുടെ നിയറസ്റ്റ് ഏരിയയിലുള്ളവരാണ് കൂടുതലുള്ളത്. നമുക്ക് ലോക്കൽ കൊല്ലം, നമ്മുടെ കൊല്ലം നമുക്കൊരു 20 kilometer റേഡിയസ് നമ്മൾ അങ്ങനെയുള്ള ഒരു ഫോക്കസിലാണ്. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഏതൊക്കെ നീഷിൽ ചെയ്യും? നമ്മൾ ആക്ച്വലി യൂട്യൂബിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ ട്രഷററാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാം ചെയ്യാം 100%. നമ്മളൊരു ബ്രാൻഡ് സ്റ്റോറീസിന്റെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഒരു നവംബറിൽ. ഒരു 1000 ഇൻഫ്ലുവൻസേഴ്സ് പങ്കെടുത്തായിരുന്നു. അത് ഫുള്ള് കോർഡിനേറ്റ് ചെയ്തത്. എനിക്കറിയാം, ബ്രാൻഡ് സ്റ്റോറീസിനെ എനിക്കറിയാം. അതിന്റെ ഇൻഫ്ലുവൻസേഴ്സ് കോർഡിനേഷൻ നമ്മളായിരുന്നു. നമ്മുടെ ഇവിടെ വെച്ചിട്ട് എന്താണ് അഡ്ലക്സ് വെച്ചിട്ട്. യൂട്യൂബിന്റെ അസോസിയേഷന്റെ ട്രഷറാണല്ലേ? ട്രഷറാണ്, അതെ. യൂട്യൂബ് അടുത്തെന്തെങ്കിലും പരിപാടികൾ വരുന്നുണ്ടോ? ഇപ്പം റീസെന്റ് ആയിട്ട് JK ആഡ്സിന് വേണ്ടിയിട്ടൊരെണ്ണം ചെയ്തായിരുന്നു. അവരൊരു ഹൗസ് ബോട്ടിന്റെ നമ്മളൊരു മീറ്റിംഗ് അതിനകത്ത് വെച്ച് ഹോസ്റ്റ് ചെയ്തായിരുന്നു. പുതിയ പരിപാടികൾ. യൂട്യൂബിന്റെ എന്തെങ്കിലും പ്രോഗ്രാം അടുത്ത കേരളത്തിൽ വരുന്നുണ്ടോ? പ്ലാൻ ഉണ്ട്. അതിന്റെ ഡേറ്റ് അനൗൺസ്ഡ് ആയിട്ടില്ല. ഞങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റുമോ അതോ ഇത് മെമ്പർ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ? അങ്ങനെ ഇല്ല, പറ്റൂല. അതിനകത്ത് യൂട്യൂബ് ഒഫീഷ്യൽ ചാനൽ ഉള്ളവർക്കും പിന്നെ ചാനൽ ഉള്ളവർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല. അവര് ഒരു സെലക്ട് ചെയ്ത് ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. മെറ്റയുടെ ഉണ്ട്, രണ്ടും അങ്ങനെ. എന്തെങ്കിലും ഓപ്പൺ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടാ, അപ്പൊ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് വരാലോ. തീർച്ചയായും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം. ഞങ്ങളുടെ പരിപാടി തീർച്ചയായിട്ടും അറിയിക്കണേ. ഓക്കെ. അപ്പോ ഇപ്പോ ബാക്കിയുള്ള എക്സ്പേർട്സ് ആരും വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഏജൻസി ബ്രാൻഡിങ്, ഗ്രോത്ത് മാർക്കറ്റിംഗ്, പൊസിഷനിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളും, ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതാത് എക്സ്പേർട്സ് വന്ന് സംസാരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ പറഞ്ഞ പൊസിഷനിങ്, ബ്രാൻഡിങ്, ഗ്രോത്ത് മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്ന തൊഴിൽ. സാധാരണഗതിയിൽ എന്റെ തൊഴിൽ അതാണ്. അപ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളും. നമുക്ക് പിന്നെ ഞാൻ അതിന് ഉത്തരം തരാം. കാരണം എന്റെ തൊഴിൽ അതാണ്. എവിടെയാണ് സ്ഥലം, ലൊക്കേഷൻ? ഞാൻ ശരിക്കും പറഞ്ഞാല് 2017 മുതൽ 20 വരെ മെറ്റയിൽ ഉണ്ടായിരുന്നു. മെറ്റയില് SMB എന്ന് പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ക്ലയന്റ് ഓൺ ബോർഡിംഗ് പ്രോജക്റ്റിന്റെ പ്രോജക്ട് മാനേജർ ആയിരുന്നു ഞാൻ. എന്റെ സ്വദേശം മലപ്പുറം ജില്ല, എടപ്പാൾ എന്ന് പറയും. പിന്നെ ഞാന് എന്താ പറഞ്ഞ എടപ്പാളിൽ ഒരു 2009 ഒരു 3 months ഉണ്ടായിരുന്നു അവിടെ.
ഐസി എന്തായിട്ടാ വർക്ക് ചെയ്തിരുന്നത്? ഇല്ല, വർക്ക് ചെയ്തതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തുണ്ടായിരുന്നു. ഒരു AP കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് സുനീഷ്. ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് ടൈം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാനിങ്ങനെ ഓരോ ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾക്കൊക്കെ ഞാൻ അവർക്ക് ഓൺബോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്ലയന്റുകളെയും പിന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഗ്രോത്ത് മാർക്കറ്റിംഗ്, മാർക്കറ്റ് റിസർച്ച്, അതുപോലെ ബ്രാൻഡിങ് പോലത്തെ കാര്യങ്ങളാണ്. ഇന്ന് ബാക്കിയുള്ള എക്സ്പേർട്സ് ആരും വരാത്തത് കൊണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അഭിനവെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അഭിനവിന് എന്ത് തോന്നുന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ആൻസർ ചെയ്യാം. ഞാൻ ഡൗട്ട് ചോദിച്ചിട്ട്, അത് മെറ്റ റിലേറ്റഡ് ആണ്. നമ്മൾ ലീഡ് ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പം ലീഡ് പോസ്റ്റേഴ്സിനെ കാട്ടി നമ്മൾ കൂടുതൽ ചെയ്യുന്നത് റീൽസ് വെച്ചിട്ടുള്ള ക്യാമ്പയിൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ കൺവേർഷൻ റേറ്റ് ഉണ്ട്, എന്നാൽ അത് കൂട്ടാൻ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഐഡിയ വല്ലതും ഉണ്ടോ അങ്ങനെ? അല്ല, നമ്മൾ ഏത് ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും. ആ ഓഡിയൻസിന് നമ്മൾ എന്ത് മെസ്സേജ് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് വാല്യൂ കൊടുക്കുന്നു അനുസരിച്ചിരിക്കും നമുക്ക് കൺവേർഷൻ നടക്കും. അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അതിലൊരു ഐഡിയ വേണം. ഐഡിയ എന്താ വെച്ചാൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കടയിലേക്ക് കയറി ചെല്ലുകയാണ്. ആ കടയിൽ കയറി ചെന്നിട്ട് നമ്മളൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിലയിൽ, ഒരു പാക്കേജിൽ ആ സാധനം നമുക്ക് തരാൻ അവർ തയ്യാറാണെങ്കിൽ നമ്മൾ വേറൊരു ഓപ്ഷൻ തേടി പോവില്ല, അല്ലേ? അതല്ലേ അതിന്റെ സെയിൽസിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, അതല്ലേ? അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിജിറ്റൽ മീഡിയത്തിലും ഈ പറഞ്ഞ ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചെറിയൊരു മാർക്കറ്റിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ചില രാജ്യങ്ങളിൽ ചില കമ്പോണന്റുകൾ അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ ലാർജ് ക്വാണ്ടിറ്റിയിലും അല്ലെങ്കിൽ ബിഗ് പാക്കറ്റിലും വിൽക്കാൻ പറ്റും. പക്ഷെ ചില രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള പ്രൈസ് പോയിന്റിൽ ആ സാധനത്തിന് വിൽക്കാൻ സാധിക്കില്ല. അപ്പൊ ഓരോ സ്ഥലത്തെയും കൾച്ചറൽ ഡിഫറൻസും ആ രാജ്യത്തുള്ള കൺസ്യൂമറിന്റെ പർച്ചേസിങ് കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ എങ്ങനെ ആ പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്യുന്നു, കസ്റ്റമർക്ക് എങ്ങനെ അത് ഉപകാരപ്പെടുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ കൺവേർഷന്റെ വാല്യൂ വരിക. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ മെസ്സേജ് കൊടുക്കുന്ന ഓഡിയൻസിന്റെ സ്വഭാവവും നമ്മളെ പ്രൊഡക്റ്റ് മേടിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ഓഡിയൻസ് ആയിട്ട് അത് മാറുകയും വേണം. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡിജിറ്റൽ മാധ്യമം ആവുമ്പോൾ അതിന് വേറൊരു തലം കൂടി അതിലുണ്ട്. ആ തലം എന്താ വെച്ചാല്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾക്ക് ഡാറ്റ ശേഖരിച്ച് വെക്കാനുള്ള ഓരോ സംവിധാനങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ കസ്റ്റം ഓഡിയൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. എക്സാമ്പിൾ പറഞ്ഞ റീമാർക്കറ്റിങ്ങിന്റെ ഓഡിയൻസ് ആയിട്ട് നമ്മളെ കയ്യിൽ വരും. ഇതൊക്കെ എങ്ങനെ സാധിക്കണത്? ഇത് സാധിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കൺസ്യൂമർ ആയിട്ട് നമ്മളടുത്ത് വരുന്ന, അല്ലെങ്കിൽ നമ്മളൊരു വ്യൂവർ ആയിട്ട് നമ്മളടുത്ത് വരുന്ന വ്യക്തിയുടെ ഇൻട്രസ്റ്റിന്റെ തോതനുസരിച്ചിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അയാൾക്ക് വീണ്ടും വീണ്ടും ഈ മെസ്സേജിനെ കസ്റ്റമൈസ് ചെയ്ത് ടൈലർ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ബെഡ്, ഒരു മാട്രസ് വിൽക്കണം എന്ന് വിചാരിക്കുക. ആദ്യത്തിൽ നമ്മൾ അതിനൊരു പരസ്യം കാണിച്ചു കൊടുത്തു, അതിന്റെ ഗുണമോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ട് ഈ ഒരു മാട്രസ് കൊണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിന്റെ ഒരു പ്രായോഗിക ബേസിക് തലം നമ്മൾ കാണിച്ചു കൊടുത്തു. കൺസ്യൂമർ അതിൽ ഇൻട്രസ്റ്റഡ് ആയി. കൺസ്യൂമർ അതിൽ ഇൻട്രസ്റ്റ് ആവുന്ന സമയത്ത് പിന്നെ നമുക്ക് എങ്ങനെ ഇവനെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ, ഏതെല്ലാം തരത്തിലുള്ള ഓഫർ ഇവനക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ക്രിയേറ്റീവ് വെച്ച് ഇവനെ എക്സൈറ്റഡ് ആക്കണം എന്നുള്ളതാണ് ഒരു മീഡിയ പ്ലാനർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരു
ആഡ്സ് റൺ ചെയ്യുന്ന ഒരാൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ബേസിക്കലി ഫണൽ എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ സൈറ്റിൽ പോയിട്ട് ഒരു ഡാറ്റ കൊടുത്താൽ അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം മെസ്സേജ് വരും. പണ്ടൊക്കെ അത് വന്നിരുന്നത് ഇമെയിലുകളിലായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ചാറ്റ് വിൻഡോകളിലേക്ക് അത് വന്നു. ഇപ്പൊ വാട്സപ്പിലോ അല്ലെങ്കിൽ പിന്നെ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ വരുന്ന ആ രൂപത്തിലേക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പിലേക്ക് വരുന്ന, മെസ്സഞ്ചറിലേക്ക് വരുന്ന, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്ക് വരുന്ന രൂപത്തിലേക്ക് അതിനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാൻ ഇപ്പൊ സാധിച്ചു. അപ്പൊ ഇത് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇവനക്ക് ഓരോ മിനിറ്റിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഇവന്റെ എക്സൈറ്റ്മെന്റ് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവനക്ക് മെസ്സേജിങ് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്ത് അവസാനം കൺവേർഷൻ എത്തുന്ന സമയത്ത് ഇവനക്ക് നമ്മൾ നല്ല ഓഫർ കൊടുക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞ കൺവേർഷന് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാ. ഇപ്പൊ നമ്മൾ ഈ നാട്ടിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിരിക്കുന്ന ഒരു വലിയ തമാശ എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ട് റണ്ണ് ചെയ്തോളണം എന്ന് പറയുന്ന പിടിവാശിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഡീറ്റെയിൽഡ് ടാർഗറ്റിങ്ങിലെ പല കാലുകളും പല ഒരു പിന്നെ എന്താ പറഞ്ഞ പല ഓപ്ഷനുകളും നമ്മളെ കയ്യിൽ നിന്ന് എടുത്തു പോവുകയാണ്. ഇപ്പൊ 2 ദിവസം മുന്നേ ഷെബിൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു, ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് വേറെ തന്നെ നടപടിയാവില്ല, ഇങ്ങനെ കാര്യങ്ങൾ അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ കയ്യിൽ ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരൊറ്റ ആയുധം എന്ന് പറഞ്ഞത് ക്രിയേറ്റീവാണ്. നിങ്ങൾ ഈ ക്രിയേറ്റീവില് ഓഫർ, പ്ലേസ്മെന്റ്, വാല്യൂ, അതിന്റെ ഏർജൻസി എങ്ങനെ നിങ്ങൾ കാണിക്കുന്നു അനുസരിച്ചിരിക്കും നിങ്ങളുടെ ക്രിയേറ്റീവ് കൺവേർട്ട് ചെയ്യുന്നത്. ക്രിയേറ്റീവ് ഏറ്റവും എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യുമെന്ന് കണ്ടാൽ ആൽഗോരിതത്തിന് അത്രയും തൊഴിൽ കുറഞ്ഞു. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് കിട്ടിയ, ക്രിയേറ്റീവ് എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൽഗോരിതത്തെ കേൾക്കുന്നുണ്ട്. ക്രിയേറ്റീവിന് എത്രത്തോളം പിന്നെ ക്രിയേറ്റീവ് എത്രത്തോളം സ്പീഡിൽ വേറെ കാര്യണ്ട് കൺവേർട്ട് ചെയ്യുന്നു, അത്രത്തോളം ആൽഗോരിതത്തിന് അത്രയും ബേർഡൻ കുറഞ്ഞു. ബേർഡൻ കുറയുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ആൽഗോരിതം എത്രത്തോളം ക്ലിയർ കട്ട് ഓഡിയൻസിനായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടോ ആ എൻഗേജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത്രയും നല്ല വാല്യൂ ഉള്ള ഒരു ഡാറ്റാ സെറ്റ് നിങ്ങൾക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആവുണ്ട. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഞാൻ നേരത്തെ ഒരാൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, മീഡിയ ബൈങ് നിങ്ങൾ നടത്തുന്നുണ്ടോ? കാരണം ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആഡ് റൺ ചെയ്യുന്ന വ്യക്തി പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞത്, ഇവന് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ തരം ഓഡിയൻസ് ബേസിന് എന്തൊക്കെ മെസ്സേജ് വഴി നമുക്ക് ഇവനക്ക് ക്യാമ്പയിൻ സ്റ്റിക്ക് ഓൺ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിനുകൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് തുടക്കത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു ചെറിയ ഘട്ടം കഴിയുമ്പോഴത്തേന് അത് പതുക്കെ വന്നു തുടങ്ങും. അതാണ് അതിന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ പിന്നെ ഇതിൽ ഒരു 2-3 പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കാനുണ്ട്. ഒന്നാമത്തെ ഒരു പോയിന്റ്, എല്ലാ ഓഡിയൻസിനും ഒരു തരത്തിലുള്ള മെസ്സേജിങ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ മൈൻഡ് സെറ്റ്, അതേപോലെ തന്നെ കൾച്ചറൽ മൈൻഡ് സെറ്റിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്, നമ്മൾ ഓരോ ഏത് തരം പ്രൊഡക്റ്റ് ഏത് നീഷില് കാറ്റഗറിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ആ നീഷിന്റെ അതിൽ മേടിക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം കൂടി നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെറിയ ഒരു ബേസിക് നോളജ് അതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. ആ നോളജ് ഉണ്ടായാൽ മാത്രം, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള ഇന്റന്റിലാണ് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ സാധനത്തിനെ പമ്പ് ചെയ്യണം എന്നുള്ളത് കൂടി നമുക്ക് കൃത്യമായി വേണം. ഏത് പ്ലാറ്റ്ഫോമുകളിൽ, ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ചില കണ്ടന്റ് ഫേസ്ബുക്കിൽ കൺവേർട്ട് ആവില്ല, ചില കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ കൺവേർട്ട് ആവുള്ളൂ, ചില കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിനും അല്ലാതെ ചിലപ്പോൾ സ്നാപ്പിലായിരിക്കും അത് കൺവേർട്ട് ആവുക, ചില കണ്ടന്റ് വേറെ ഈ 3 പ്ലാറ്റ്ഫോമുകളിലും കൺവേർഷന്റെ റേറ്റ് കുറയുകയും വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലായിരിക്കും ഉണ്ടാവുക.
അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതെന്ന് കൂടി അറിയണം. അപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാനപ്പെട്ട ബാലപാഠം എന്ന് പറഞ്ഞത് ആ വ്യക്തി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അയാൾക്ക് ഒരു ബേസിക് റിസർച്ച് നടത്താനുള്ള ഒരു മനോഭാവം അയാളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വസ്തുത വളരെ എളുപ്പത്തിൽ നടക്കും. അതെന്താ എളുപ്പത്തിൽ നടക്കാൻ കാരണം? ഇപ്പൊ ഒരുപാട് ഓട്ടോമേറ്റഡ് ടൂൾസ് അതിന് അവൈലബിൾ ആണ്. ഒരുപാട് ഓട്ടോമേറ്റഡ് ടൂൾസ് അവൈലബിൾ ആണ്. ഓട്ടോമേറ്റഡ് ടൂൾസ് ഇപ്പൊ ChatGPT ആയിക്കോട്ടെ, ഗൂഗിളിന്റെ ജെമിനൈ ആയിക്കോട്ടെ, ക്ലൗഡ് ആയിക്കോട്ടെ, പിന്നെ അതുപോലത്തെ ഒരുപാട് റിസർച്ചിന്റെ ടൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബാലപാഠം പഠിക്കാൻ ഇന്ന് ഈ ഡിജിറ്റൽ ഫീൽഡിലേക്ക് വരുന്ന യുവതലമുറനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്താ വെച്ചാല് ഈ ഒരു വിഷയം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് ഇതിനെ സ്കെയിലബിൾ ആക്കി കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി വർദ്ധിക്കും. അപ്പൊ നിങ്ങൾ ഒരു പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ പോലെയല്ല 2, 3, 4, 5, 6 പ്രൊജക്ട് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ് കേസ് വരും. ഇപ്പൊ എന്റെ ലിങ്ക്ഡിൻ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നവരാണോ എന്ന് എനിക്കറിയില്ല. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും മാർക്കറ്റിന്റെ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് കൂടുതലും ലിങ്ക്ഡിനിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറ്. കാരണം അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ ഒരു സ്വഭാവത്തെ കുറിച്ച് നമുക്ക് ഒരു ബേസിക് പരിജ്ഞാനം വന്നു കഴിഞ്ഞാൽ, ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ക്യാമ്പയിനുകൾ ഏത് തരത്തിലുള്ള ക്യാമ്പയിന് പ്ലാൻ ചെയ്യുമ്പോഴും നമുക്കത് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്നതാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കൺവേർഷൻ മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്തും അടുത്ത കാലത്തും ഇത് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിക് അട്രാക്റ്റീവ്നെസ് നമുക്ക് കിട്ടും. അതാണ് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ള ചെറിയ രൂപം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കട്ടെ. അതെ അതെ. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അഭിനവ്ജി, ഇല്ലേ? അല്ല, ശ്യാം സാറിനെയും അക്ഷിൻ സാറിനൊന്നും വിളിച്ച് കിട്ടുന്നില്ലേ? ഇല്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിച്ചോളൂ. രഞ്ജി സാർ ഉണ്ട്, ഞാൻ കണ്ടു, ജോയിൻ ചെയ്ത. ഹലോ, എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുവാണ്. ക്ലൗഡ് ഹോസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന അത്ര ഈസി ആയിരിക്കില്ല ക്ലൗഡ് ഹോസ്റ്റിങ്ങിലോട്ട് മാറുമ്പോൾ. കാരണം അതിന് കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് വേണം. കുറച്ചുകൂടെ സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പം ഷെയർഡ് ഹോസ്റ്റിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ക്ലൗഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെത്താൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന്റെ ടെക്നിക്കൽ സൈഡും സെക്യൂരിറ്റി സൈഡും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറെ കൂടി തന്നെ ചെയ്യേണ്ടി വരും. അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഇപ്പം നിങ്ങളൊരു ഹോസ്റ്റിംഗ് ചെയ്തൊരു സൈറ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ ഈ പറഞ്ഞ കാര്യം കൂടി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള വശമാണത്. അത്ര ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ റിസോഴ്സ് എടുക്കുന്ന ഹോസ്റ്റിംഗ് അല്ല, അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് നീങ്ങേണ്ട ആവശ്യം അവിടെ ഇല്ല. അതിന്റെ ചെലവും കൂടും, നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവുന്ന ഒരു സംഭവമാണത്. അത്രേ ഇപ്പൊ അതിലിപ്പോ എനിക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് തരാനുള്ളൂ ശരിക്കും.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇപ്പോ വെബ്സൈറ്റ് ഹോസ്റ്റിങ്ങിനെ കുറിച്ച് SEO കുറിച്ചൊക്കെ ആണെങ്കിൽ ആൻസർ ചെയ്യാൻ ഇവിടെ നിന്ന് രഞ്ജി സാർ ഉണ്ട്. പിന്നെ മെറ്റനെ കുറിച്ച് ആൻസർ ചെയ്യാനൊന്നും ആരും വന്നിട്ടില്ല. ബേസിക് ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അടുത്ത ആഴ്ച അഭിനവേ നമുക്കത് മുൻകൂട്ടി തന്നെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചർച്ച വെക്കാം. കുറെയൊക്കെ എന്താ വെച്ചാൽ നമ്മളിത് മിസ് ഔട്ട് ചെയ്ത് പോയതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ചിലപ്പോ പ്രിപ്പയർഡ് ആവില്ല. ഞാൻ രാവിലെയുള്ള പെട്ടെന്ന് പറഞ്ഞ് ചർച്ച ഉണ്ടെന്ന്, അതായിരിക്കും റീസൺ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് ചോദിച്ചോളി. രഞ്ജി സാറേ, രഞ്ജി സാറോട് ഒരു ചോദ്യം. ഈ ചാറ്റ് GPT പകരം ഇപ്പൊ വന്നിരിക്കുന്ന ഗൂഗിളിന്റെ ജെമിനായി, സാർ ഇത് റിസർച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഈ GPT-4 നിന്ന് എന്തൊക്കെ പ്രത്യേകതകളാണ് ജെമിനായിൽ ഇപ്പൊ സാറ് ഒരു ഐഡിയ സാർക്ക് തോന്നിയിരിക്കുന്ന ഒരു ഇൻസൈറ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ആദ്യമായിട്ട് എനിക്ക് റഞ്ജി എന്ന് തന്നെ വിളിച്ചാൽ മതി. നമുക്ക് സാറിനുള്ള ആയിക്കോട്ടെ ഒരു രീതി സാറില്ല. കാര്യം ജെമിനി ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ കൂടുതലും ഓക്കെ. ചാറ്റ് GPT ക്ലൗഡും ആണ് എന്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലൗഡ് 1 or 2? രണ്ടും കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം അതിൽ 1 ആണ് ഞാൻ 1ന്റെ ആവശ്യം എനിക്ക് ഉണ്ടാവുന്നുള്ളൂ. കാരണം ഞാൻ കുറച്ച് കണ്ടന്റ്, സിമ്പിൾ കണ്ടന്റ് ക്രിയേഷനും അങ്ങനെയൊക്കെ ആവശ്യത്തിനാണ് ഞാൻ ക്ലൗഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ജെമിനിനെ സംബന്ധിച്ച് കൂടുതൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ അവരുടെ കിട്ടും എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് ജെമിനി. എന്നാ ചാറ്റ് GPTയോ ക്ലൗഡോ പോലെ നമ്മൾ ചോദിക്കുന്ന മിക്കവാറും സാധനത്തിന് നമുക്ക് ഉദ്ദേശിച്ച മോഡലിലുള്ള ഒരു ഉത്തരം അവരിൽ നിന്ന് ഇല്ല, ജെമിനയില് എന്റെ അനുഭവത്തിൽ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോ അതാണ് ഞാനൊരു അതാണ് നിങ്ങളുടെ കാര്യം എക്സ്പീരിയൻസ് പറഞ്ഞ അവർക്ക് ഡാറ്റ ഉണ്ട്. അവർ കൂടുതൽ മറ്റ് രണ്ട് പ്ലാറ്റ്ഫോമിനേക്കാളും അപ് ടു ഡേറ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പോലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു 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 ഫീഡ്ബാക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവുമായിരിക്കും. ഞാൻ ഒത്തിരി അതിലോട്ട് ഇപ്പം വന്നിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുവാണ്. കാരണം ഞാനിന്നൊരു മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. ഞാനത് കറക്റ്റ് പ്രോംപ്റ്റ് ഇട്ടിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് കൊടുത്ത സമയത്ത് വളരെ ഒരു എന്താ പറഞ്ഞാല് ഒരു ബേസിക് ഒന്നും ഇല്ലാതെ പറയാം, അൺഫോർച്ചുനേറ്റ്ലി വീക്കാണ്. ഈ സാധനം തന്നെ ഞാൻ നേരെ ചാറ്റ് GPTക്ക് കൊടുത്തോടുകൂടി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്നതാണ്. അപ്പൊ എനിക്ക് തോന്നി എന്താ ഇത് ഇപ്പോഴും അതിന്റെ ഒരു പൂർണ്ണമായ തോതിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. അതുപോലെ ഇൻഫോർമേഷൻസ് ആണെങ്കിലും ഇപ്പം ഒരു പരിധി വരെ ഗൂഗിൾ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഗൂഗിളിന്റെ യൂസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ഒരു പ്ലാറ്റ്ഫോമിനും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ ജെമിനിനെ ആശ്രയിക്കുന്നക്കാര് കൂടുതൽ നമ്മൾ പെർപ്ലെക്സിറ്റി ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ നിന്ന് കൂടുതൽ ഞാൻ അത് ചോദിക്കാനാ ഈ പെർപ്ലെക്സിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഗിളിന്റെ സെർച്ചും വെച്ചിട്ട് ഇതിന് എങ്ങനെ ഒരു ഡിഫറൻസ് ഇപ്പൊ നമുക്കൊരു കോമൺ വ്യക്തിയോട് പറയുകയാണെങ്കിൽ എങ്ങനെ സാധിക്കും അത്? അത് ഈസി ആയിട്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സമ്മറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമ്മറി എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയിട്ട് ഒരു ചെറിയ പാരഗ്രാഫിലാണ് കിട്ടുന്നത്. അവിടെ നിന്ന് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിലിങ്ങിലോട്ട് അവർ നൽകിയിട്ടുള്ള ലിങ്കുകൾ വഴി നമുക്ക് കൂടുതൽ കയറി പോകാം. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ തിരിച്ചായിരുന്നു. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമ്മറി എന്ന് പറയുന്ന വളരെ കുറച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒരു ചെറിയ എക്സ്പ്ലനേഷൻ തന്നിട്ട് സൈറ്റിൽ പോയി നിങ്ങൾ വായിച്ചോളൂ എന്നുള്ള ഒരു രീതിയായിരുന്നു ഗൂഗിളിന്റെ ഒരു രീതി വന്നുകൊണ്ടിരുന്നത്. ഇനി അത് മാറും. ഇനിയിപ്പോൾ അത് മാറുന്നുണ്ട്. പുതിയ അപ്ഡേഷനിൽ അതിന്റെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ബ്ലോഗും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളവരുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രൊഡക്റ്റ് അങ്ങനെയുള്ള ഒരു കണക്ഷൻ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതൊരു നഷ്ടമായിട്ടായിരിക്കും വരാൻ പോകുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ ടെക്നോളജിയും അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിലിങ്ങും അറിയാത്തവരായിരിക്കും. അവർക്ക് ആവശ്യം നടന്നാൽ മതി. അവരുടെ ഇപ്പം എന്താണ് സെർച്ച് ചെയ്യുന്നത്,
പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. ഈ സെർച്ച് ചെയ്ത് പോയി അവർ ആദ്യം കാണുന്നിടത്തെ ക്ലിക്ക് ചെയ്ത് കയറിപ്പോയി നോക്കുന്നത്. ആ ഒരു രീതി ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ പെർപ്ലക്സിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റുകളിൽ പോയി ഡീറ്റെയിൽ നോക്കുക എന്നുള്ളത് ചെയ്യുന്നത് ഉള്ളി ടെക്നോളജി അല്ലെങ്കിൽ കോഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ എക്സ്ട്രാ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂ. പണ്ട് അല്ല അത് നമ്മള് നിങ്ങൾ പറയുമ്പോ അതില് ഒരു അനുഭവം കൂടി ഉണ്ട്. നമ്മുടെ ടിക്ടോക്ക് പോലത്തെ പ്ലാറ്റ്ഫോമുകൾ അവര് ഒരു ഘട്ടത്തിൽ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്തത് ഇറ്റ്സ് നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ എന്റർടൈൻമെന്റ്, ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം വേർ യു ക്യാൻ യു ക്യാൻ സെർച്ച് ഫോർ എവറിത്തിങ്. എന്നിട്ട് അവരതിന്റെ ഓരോ യൂസ് കേസുകളും കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ നോക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായത് ടിക്ടോക്കിലൂടെ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റും അതിനോട് കൂട്ടി യോജിക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? അതെ അതെ അതെ. അതുപോലെ പിൻട്രസ്റ്റ് ആണ് ഞാനിപ്പം കുറെ നാളായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് അതിന്റെ ബേസ് പറഞ്ഞാൽ പിൻട്രസ്റ്റ് വഴി നമുക്ക് 1-2 വെബ്സൈറ്റുകളിലോട്ട് ആൾക്കാരെ ബൾക്കായിട്ട് കയറ്റാൻ പറ്റൂ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയപ്പം നമ്മൾ അത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ വേറൊരു കാര്യം മനസ്സിലായത്. പിൻട്രസ്റ്റ് പണ്ടത്തെ പോലെ വെറുതെ നമ്മൾ ഇമേജ് സെർച്ച് ചെയ്ത് അവരുടെ സൈറ്റിൽ പോകുന്നു നമുക്ക് വേണ്ട സാധനം കണ്ടുപോരുന്നതിലുപരി നമ്മളൊരു ഇമേജ് ഇപ്പോൾ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വൈറൽ പോസ്റ്റ് ഷൂ ക്ലീൻ ആക്കുന്നതിനെ പറ്റിയുള്ള വെറുതെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവം എഴുതിയിട്ടതാണ്. അതിന്റെ ഫോട്ടോ നമ്മൾ പിൻട്രസ്റ്റിൽ ആഡ് ചെയ്തപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇമേജിലുള്ള ഓരോ പ്രൊഡക്റ്റ് അവര് എക്സ്ട്രാ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് ഓരോ ലിങ്കിലോട്ടും ഓരോ ബിസിനസ്സിലോട്ടും ഷോപ്പിങ്ങിലോട്ടും വിടുന്ന ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. കാരണം ഞാൻ ഈ ഇടയ്ക്കാണ് വീണ്ടും പിൻട്രസ്റ്റിലോട്ട് ചാടി കയറിയത് ഇങ്ങനെ ഒരു ബിസിനസ് കണ്ടതുകൊണ്ട് മാത്രം. അപ്പം എല്ലാ പ്ലാറ്റ്ഫോമും ആ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലെവലിൽ നിന്ന് മാറി നെക്സ്റ്റ് ബിസിനസ് ലെവലിലോട്ട് മാറുന്ന ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട് പെട്ടെന്ന്. അത് ഇത് ജെമിനി കുറെയൊക്കെ ഒരു യൂസർ സെൻട്രിക് ആവാനുള്ള, യൂസറിന് കറക്റ്റ് ഇന്റന്റിലുള്ള ഡാറ്റ കൊടുക്കുക, അയാളെ അതെ ആ ഒരു ജേർണിനെ കംപ്ലീറ്റ് ആക്കി കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയറിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവർ ചിന്തിക്കുന്നത് അല്ലേ? അതെ അതാണ് ഇപ്പൊ ഞാനിപ്പം ഇങ്ങനെ ഈ ഇടയ്ക്കാണ് അതെല്ലാം ഞാനത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നത്. ഞാൻ അറിയാതെയാണ് കണ്ടതെങ്കിലും കണ്ടപ്പോഴേ നമ്മൾ അത് മനസ്സിലാക്കി നെക്സ്റ്റ് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതുവഴി നമുക്ക് വല്ല റിട്ടേൺ കിട്ടാൻ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ തപ്പിപ്പോയപ്പോ കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമും മാറ്റുന്നുണ്ട് കാര്യങ്ങൾ. മനസ്സിലായി. ഈ റെഡിറ്റിനെ കുറിച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു അവലോകനം തരാൻ പറ്റുമോ? റെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ അവിടെ എങ്ങനത്തെ യൂസറാണ് കയറേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് അവിടെ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവിടുന്ന് ഒരു ട്രാഫിക്കിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുത്തിക്കാനുള്ള സാധ്യത കൊണ്ടുവരിക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഒരു ചെറിയ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. റെഡിറ്റിനെ പറ്റി എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഒന്നാമത് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എനിക്കൊരു അറിവില്ലാത്ത കേസായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഭൂലോകത്തുള്ള സകല സാധനങ്ങളും നമുക്കവിടെ കിട്ടും. അതുവഴി നമുക്ക് എന്താ പറയുന്നത് ആൾക്കാരെ കൊണ്ടുവരുന്ന എല്ലാം പറ്റും എന്നൊരു പ്ലാറ്റ്ഫോം തന്നെയാണത്. പക്ഷെ അത്ര ഈസി അല്ല. പെട്ടെന്ന് ഒരാൾക്ക് കയറി നമുക്കത് മനസ്സിലാക്കി ചെയ്യുന്ന രീതിയിലല്ലെന്ന് തോന്നുന്നു അതിന്റെ ഒരു ഈ കോറയും ഇതുപോലെ തന്നെ. കോറയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണ്. അത് സാധാരണ ആൾക്കാർ ചോദ്യം ചോദിക്കുന്നു, അതിന് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. ഞാൻ തന്നെ ഒരു 4 കൊല്ലം മുന്നേ ഒരാള് എന്നോട് ഒരു മലയാളം കോറ സ്റ്റാർട്ട് ആയി കഴിഞ്ഞപ്പം അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ട് പേഴ്സണലായിട്ട് എനിക്ക് ആ ചോദ്യം അയച്ചു തന്നു. ആ ചോദ്യത്തിനൊരു മറുപടി ഇടാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് നമ്മുടെ ഉള്ള ഒരു പൊട്ട ഇംഗ്ലീഷിലും ഒക്കെ വെച്ച് ട്രാൻസ്ലേറ്ററും എല്ലാം വെച്ച് നമ്മൾ എഴുതി ഉണ്ടാക്കി ഇട്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു. ശരിക്കും പറഞ്ഞാൽ മദ്യപാനം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായത് മലയാളത്തിൽ. അപ്പം അതിനൊരു അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എല്ലാം വെച്ചിട്ട്
ഞാനിങ്ങനെയുള്ള ഈ ഡാറ്റ എല്ലാം മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യമൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആയതുകൊണ്ട് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു ഒരു ഡാറ്റ. ഇതെങ്ങനെയാണ് നിങ്ങൾ കുടിക്കേണ്ടത്, എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ അത് വെച്ചിട്ട് അന്ന് ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്ക് അന്നും ഇന്നും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ് ഇപ്പോഴും. അപ്പം ഓക്കെ അതിൻ്റെ അകത്ത് പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി അത് പിന്നെ കുറേ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ബിസിനസ്സുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണത്. കാരണം ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നു, അതിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ടുള്ള ലിങ്കുകളും എല്ലാം ഇട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്യാം. അതും യൂസ്ഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ. കുറേയൊന്നും ആൾക്കാർ അത്ര എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഭവമാണ്. അതും കോറ ചെയ്യാവുന്നതാണ്. മലയാളികളുടെ ഇടയിൽ അതിന്റെ എക്സ്പ്ലോറേഷൻ വളരെ കുറഞ്ഞതായിട്ടാണ് വളരെ ഞാൻ കുറവാണ്. കണ്ടിട്ടുണ്ട്. കുറവാണ്. കാരണം ആ പണ്ടത് ഇംഗ്ലീഷിലായിരുന്നപ്പോൾ അത്രയും വരുന്നില്ല. പക്ഷെ ഇപ്പം മലയാളത്തിലൊക്കെ വന്നപ്പോൾ മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇടുന്നുണ്ട്. ഇഷ്ടംപോലെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിനെക്കാൾ കൂടുതൽ മലയാളത്തിനാണ് നല്ല ഉത്തരങ്ങൾ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ മലയാളത്തിൽ കാണുന്നവരെല്ലാം കയറി ഉത്തരം പറയുന്ന ഒരു സെറ്റപ്പ് കുറവാണ് അതിൽ. അതുകൊണ്ട് അപ്പം ഇടുന്നവരെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉത്തരങ്ങളൊക്കെയാണ് ഇടുന്നത്. പിന്നെ ഈ പറയുന്നവരെ തിയറികൾ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കയറ്റുന്ന പരിപാടി അതിലുമുണ്ട്. അത് നമ്മൾ വായിക്കുന്നവരുടെ കാഴ്ചപ്പാടും വായിക്കുന്നവരാണ് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത്. അതിപ്പോൾ എല്ലാ ഇതിലും ഉള്ള പോലെയൊക്കെ തന്നെ. എന്നാലും യൂസ്ഫുൾ ആണ്. പക്ഷെ റെഡിറ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ കുറേ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പെട്ടെന്ന് ഏറ്റവും ഈസി യൂസേഴ്സിന്. കോറയാണ് ഈസി. അതെ റെഡിറ്റ് അത്രത്തോളം ഈസി അല്ല. ഓക്കെ. ഈ PBN നെറ്റ്വർക്കുകളെ കുറിച്ചിട്ട് എന്താണ് ഒന്ന് പറയാനുള്ളത്? PBN എനിക്ക് അത്രയ്ക്ക് ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. നമ്മളും അത് കണ്ടിട്ടുണ്ട്, നമ്മളത് ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ടെന്നല്ലാതെ നമ്മളതിലോട്ട് അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് എനിക്ക് വിശദീകരിക്കാൻ പാകത്തിനുള്ള അറിവ് ഇല്ല. ഉണ്ടോ? ആരുമില്ല. ഓക്കെ. പിന്നെ ഈ ഹോസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് അഭിനവ് ഒരു ചോദ്യം ചോദിച്ചല്ലോ. അപ്പൊ നമ്മൾ ഈ ആമസോണിന്റെ AWS, ഗൂഗിളിന്റെ ക്ലൗഡ്, മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂർ പോലത്തെ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഹോസ്റ്റിംഗ് നടത്തേണ്ട ഘട്ടങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ്? ഒരു തുടക്കക്കാരന് അതിന്റെ ആവശ്യമുണ്ടോ? തുടക്കക്കാരൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് എന്തെല്ലാം സാങ്കേതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ. ഒരു തുടക്കക്കാരെന്നുള്ളതല്ല, മീഡിയം ആൾക്കാർക്ക് പോലും ആവശ്യമില്ലാത്തൊരു പ്ലാറ്റ്ഫോമുകളാണ് ശരിക്കും അത്. കാരണം നിങ്ങൾക്ക് അതുപോലെ ഈ പറയുന്ന ഹോസ്റ്റിങ്ങുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലൗഡ് ലെവലിലുള്ള ഏതും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഹോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ ഇൻകമ്മിങ് ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ലക്ഷങ്ങൾ കയറുന്ന വെബ്സൈറ്റും ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഓട്ടോ സ്കെയിൽ ചെയ്ത് ശരിക്കും ക്ലൗഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിസോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓൺലൈനിൽ നിർത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതൊരു മീഡിയം ലെവലിലുള്ളവർക്ക് പോലും ആവശ്യമില്ല. അതിന് മുകളിലോട്ടുള്ള യൂസ് ആയിട്ടുള്ളവർക്കാണ് അതിൻ്റെ ആവശ്യം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഈ ഹോസ്റ്റിങ് അല്ല ശരിക്കും. അത് ഉദാഹരണത്തിന് ഒബ്ജക്ട് സ്റ്റോറേജ് പോലെ S3 പോലെയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ബാക്കപ്പ് എന്നുള്ള നിലയിൽ അതൊന്നും വലിയ കോസ്റ്റ്ലി അല്ല. അത് പല ടൈപ്പ് ഉണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. S3യുടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പം ക്ലൗഡ് ഫ്ലെയർ അതിൻ്റെ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങളൊരു ഇമേജ് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ ഇമേജ് സേവിങ്ങും അല്ലെങ്കിൽ ഫയൽ സേവിങ്ങും ഒക്കെ ആണെങ്കിൽ ക്ലൗഡ് ഫ്ലെയർ ആണ് എനിക്ക് തോന്നുന്നത് S3യെക്കാളും 99% ലാഭം എന്നാണ് കാണുന്നത്. പക്ഷെ തിരിച്ച് നിങ്ങൾ ഒരു ഡോക്യുമെന്റ് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ സേവിങ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളെ ബോക്സ് പോലെയോ അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് പോലെയുള്ള ഒരു ഉപയോഗത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് S3യെക്കാളും എനിക്ക് തോന്നുന്നത് 40% കൂടുതലായിരിക്കും ക്ലൗഡ് ഫ്ലെയർ. അങ്ങനെ ഓരോ ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിന് ഓരോ പ്ലാറ്റ്ഫോമും എല്ലായിടത്തും നല്ലതും ചീത്ത അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. മീൻസ് ചില കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ അവർ കാശെടുക്കും. അപ്പം നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നോക്കി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം വസാബി ഉണ്ട്. ഇപ്പം സാധാരണ ഒരു ബാക്കപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാവുന്ന വസാബിയാണ്.
അത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. 1 ടെറാബൈറ്റിന് എനിക്ക് തോന്നുന്നത് $7 ആണെന്ന് തോന്നുന്നു. അത് ഫിക്സ് ആണ് അത്. അപ്പം S3 അപേക്ഷിച്ച് നമുക്ക് ഇച്ചിരി ഈസി അതായിരിക്കും യൂസിന്. അപ്പം അങ്ങനെ എല്ലാത്തിനും ഇപ്പം ആൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്. അത് ആവശ്യം നോക്കി. പക്ഷെ ഹോസ്റ്റിങ്ങിന് വേണ്ടി ഇങ്ങനെയുള്ള ഇപ്പം ആമസോണിൻ്റെയും അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡും അസൂറയൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ ബിസിനസ് ആവശ്യമുള്ളവർക്ക് മാത്രമാണ്. കാരണം അത്രയും റിസോഴ്സസും ഒക്കെ ആവശ്യമുള്ളവർക്ക് മാത്രമാണ്. സാധാരണഗതിയിലുള്ള കേസിനെല്ലാം സാധാ ഷോപ്പിനും സ്മോൾ ഷോപ്പ്, ഇപ്പം ഈ ഷോപ്പ് തന്നെയാണ് ഇപ്പോഴും നല്ല സ്പീഡിൽ ഒട്ടും ടൈം ലോസ് ആകാതെയൊക്കെ ഷോപ്പ് ഓൺലൈനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ എല്ലാവരും ആമസോണിൻ്റെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ നല്ലപോലെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് പ്രസ് വെച്ചുള്ള ഷോപ്പാണെങ്കിൽ പോലും വളരെ ലാഭകരമായ രീതിയിൽ നമുക്ക് ഹെസ്നർ പോലെയുള്ള ഹോസ്റ്റിങ്ങൾ വഴി അതെല്ലാം നമ്മൾ തന്നെ ഇപ്പൊ ചെയ്യണമെന്നേ ഉള്ളൂ. സോറി ഞാൻ കേട്ടില്ല. ഹെസ്നർ ജർമ്മൻ ഹോസ്റ്റിംഗ് ഉണ്ട്. ഹെസ്നർ നല്ലതാണ്. പക്ഷെ അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. വളരെ കുറഞ്ഞ കോസ്റ്റാണ്, നല്ല സെർവറാണ്, നല്ല സെറ്റപ്പാണ് അവരുടെ. അത് ഒന്നല്ല കേട്ടോ, നമ്മളൊരു പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് ഏറ്റവും വളരെ പെട്ടെന്ന് ഓർക്കുന്ന 2-3 എണ്ണത്തിനാണ് ഒന്ന്. പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് ഞാൻ ഉപയോഗിക്കുന്ന കോൺടാബോ ഉണ്ട്, അതും ലാഭകരമാണ്. ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ്, അത്രയും പ്രൈസ് ലാഭത്തിന് അത് ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആണ് എല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ആവശ്യത്തിന് വളരെ വലിയ ക്ലൗഡിലോട്ട് ചാടി കയറുന്നത്. അപ്പം ഓരോന്നിനും അതിൻ്റെതായ ആവശ്യം അനുസരിച്ച് നമുക്ക് ബ്ലൂ ഓഷ്യൻ എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, ബ്ലൂ ഓഷ്യൻ, അവരുടെ ഈ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്ന സെർവർ, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ചെറിയൊരു ഇൻസൈറ്റ് തരാം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു സെർവർ എടുത്ത് ചെയ്യുന്നതിനേക്കാളും കുറേം കൂടി കുറച്ച് പണി മതി അതിൽ. കാരണം കുറേയൊക്കെ അവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു എളുപ്പമുണ്ട് അത്. അപ്പം അത് അത് ഏതായിരുന്നു, ഞാൻ ആ പേര് തന്നെ മറന്നു. ഞാൻ പണ്ടെങ്ങാണ്ട് അത് ഡിജിറ്റൽ ഓഷൻ ഈ ഡ്രോപ്ലെറ്റ് എന്ന രീതിയിൽ തരുന്നത്. അതാണ് ഞാൻ അതെന്ന് പറഞ്ഞൊരു ഹാഫ് മാനേജ്ഡ് മോഡൽ എന്നുള്ളതാണ്. അവർ തന്നെ അവരുടെ കുറെ കാര്യങ്ങൾ അവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഈ പറയുന്ന സ്വന്തമായിട്ട് എടുക്കുന്ന VPS പോലെയുള്ളതെന്ന് പറഞ്ഞാൽ A to Z നമ്മൾ തന്നെ വേണം നോക്കാൻ. നമ്മളാണത് മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളും എളുപ്പവും ഒക്കെ ഉണ്ട് അതിൽ. അതനുസരിച്ചുള്ള പ്രൈസ് ഡിഫറൻസും ഉണ്ട്. ശരി, വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടാ? മെമ്പേഴ്സ് പണിയെടുത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സലീം, ചോദ്യം ചോദിക്കാനുണ്ടോ? ഞാൻ ഹോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ജസ്റ്റ് ഡയലിൽ ആരെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് JD Omnia ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടി. നമ്മളൊരു ഹോസ്റ്റിംഗ് ഡൊമൈനായിട്ട് കോൺഫിഗർ ആവുന്നില്ല പ്രശ്നം. പിൻ പോയിന്റ് നെയിം സെർവർക്ക് ഓക്കെയാണ്, പക്ഷെ ഇപ്പോഴും അത് എഡിറ്റിംഗ് കഴിയുന്നില്ല, ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആരെങ്കിലും അത് ഉണ്ടോ അറിയാൻ വേണ്ടി. രഞ്ജിയേട്ടാ, നിങ്ങൾക്കൊന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുമോ? രഞ്ജിബായ്, ഞാനത് കേട്ടില്ല, ഇടയ്ക്കൊന്ന് കട്ടായി പോയി. ഒന്നുകൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യോ സലീം ഭായ്? ഓക്കെ, നമ്മളൊരു ട്രാവൽസ് റിലേറ്റഡ് കമ്പനിയുടെ വർക്കാണ് ചെയ്തിരുന്നത്. അപ്പൊ അവരെ ഹോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഡേയിലാണ് ഹോസ്റ്റ് ചെയ്തത് വെബ്സൈറ്റ്. ജസ്റ്റ് ഡേയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അവർ തന്നെ JD Omnia പ്ലാറ്റ്ഫോമിലാണ് അവർ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ നെയിം എടുത്ത നെയിം സെർവർ നെയിം ചീപ്പ് എന്നാണ്. ഈ നെയിം ചീപ്പ് എന്നുള്ള ഒരു കോൺഫിഗറേഷൻ, ഡൊമൈൻ കോൺഫിഗറേഷൻ, അത് പ്രോപ്പറായിട്ട് ട്രിഗർ ആവുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഒരു ഇഷ്യൂ. കുറെ ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കി. നമ്മൾ നെയിം സെർവർ വീണ്ടും ഡൊമൈൻ ഡിലീറ്റ് ചെയ്ത്. ഇവര് ഡൊമൈൻ എടുത്തിരിക്കുന്ന നെയിം ചീപ്പിലോ? ആ നെയിം ചീപ്പ് എന്നാണ് ഡൊമൈൻ എടുത്തത്. ഓക്കെ, അപ്പൊ ഡൊമൈൻ എടുത്തിരിക്കുന്ന അവിടുന്ന്, പിന്നെ ഹോസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഡയലും അല്ലേ? ജസ്റ്റ് ഡയൽ JD Omnia എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ്. ശരി, അപ്പൊ നിങ്ങളുടെ ഇഷ്യൂ എന്താണ് ഇപ്പൊ കാണുന്നത്? NS റെക്കോർഡ് ഡൊമൈൻ നോട്ട് കോൺഫിഗർ എന്ന് കാണിക്കുകയാണ്. അതായത് നമ്മള് ആദ്യം ഈ നെയിം സെർവർ കാണിക്കുന്നത് കൊടുത്തത് ക്ലൗഡ്ഫെയറിലാണ്. ക്ലൗഡ്ഫെയർ നമ്മൾ SS സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവിടെ നിന്നാണ് എടുത്തത്, SS സർട്ടിഫിക്കറ്റ്. അപ്പോൾ അവിടെയാണ് നെയിം സെർവർ കൊടുക്കുക.
അവിടുന്ന് കണക്ഷൻ നെയിം സെറ്റിലേക്കല്ലേ പോവാ IP ഒക്കെ. അപ്പോ പക്ഷെ വെബ്സൈറ്റ് കയറുമ്പോൾ ഒരു തീം എഡിറ്റ് ചെയ്ത ശേഷം ഇഷ്യൂ വന്നു തുടങ്ങിയത്. തീമിന് നമ്മള് GTMന്റെ കോഡ് ഇംപ്ലിമെന്റ് ചെയ്തു ഈ വെബ്സൈറ്റ്. അദ്ദേഹം സംസാരിക്കണമെന്ന് കേട്ടു നോക്കൂ. ഓക്കെ ഷുവർ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നെയിം ചീപ്പിൽ നിന്ന് നിങ്ങൾക്ക് നെയിം ചീപ്പിന്റെ NS സെർവർ നിങ്ങൾ കൊടുക്കേണ്ടത് ക്ലൗഡ്ഫ്ലെയറിന്റെ NS ആയിരിക്കും. അതാണ് ബേസിക്. അതിനുശേഷം ക്ലൗഡ്ഫ്ലെയറിലാണ് നിങ്ങൾ ചെന്നിട്ട് അവിടുത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റിങ്ങിന്റെ ഡീറ്റെയിൽ കൊടുക്കേണ്ടത്. അവിടെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന എവിടെയാണോ നിങ്ങൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ഷെയർഡ് IP അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് IP ഉണ്ടാവും. അതുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലൗഡ്ഫ്ലെയറിൽ ആഡ് ചെയ്യണം. അത് കറക്റ്റ് ആയില്ലെങ്കിൽ ഡൊമൈൻ ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റിങ്ങിലോട്ട് ഹോസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് മനസ്സിലായോ മക്ദൂം? ഓക്കെ. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഡൊമൈനിലേക്ക് അത്ര ആ ഒരു ഇതിലേക്ക് നോക്കിയിട്ടില്ല. ഞാൻ എന്റെ ഫീൽഡ് അതല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ ഒരു സ്റ്റെപ്പ് അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എവിടെ വേണേലും ഇപ്പൊ ഒരു ഡൊമൈൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരാളിനോട് ചോദിച്ചാൽ നമുക്ക് ഒരു ഡൊമൈൻ ഇപ്പൊ xyz.com എന്ന് പറയുന്നത് ക്ലൗഡ്ഫ്ലെയർ വഴി നമുക്ക് ഒരു ഹോസ്റ്റിങ്ങിലോട്ട് ഹോസ്റ്റ് ചെയ്യാം. അതുകൂടാതെ ഇപ്പം blog.xyz.com അതിനെ നമുക്ക് വേറെ ഒരു ഹോസ്റ്റിങ്ങിലോട്ട് പോയിന്റ് ചെയ്യാം. നമുക്ക് ഒരേ ഹോസ്റ്റിംഗ് തന്നെ വേണമെന്നില്ല. അപ്പം ഇതിന്റെ ബേസിക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എവിടെ ഡൊമൈൻ എടുത്താലും ക്ലൗഡ്ഫ്ലെയർ ത്രൂ ആണ് അതിനെ പ്രോക്സി ചെയ്യുന്നതെങ്കിൽ ആ ഡൊമൈൻ്റെ എവിടെയാണ്, ഉദാഹരണത്തിന് നെയിം ചീപ്പ് ആയിക്കോട്ടെ, ഗോഡാഡി ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, നെയിംസിലോ ഇഷ്ടം പോലെ ഏത് ആയിക്കോട്ടെ, അവിടെ നമ്മൾ ക്ലൗഡ്ഫ്ലെയറിന്റെ NSഉം ക്ലൗഡ്ഫ്ലെയറിനാണ് നമ്മൾ ബാക്കി സെറ്റിങ്ങുകളെല്ലാം മാറ്റുന്നത്. ഈ ക്ലൗഡ്ഫ്ലെയറിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു IP വേണം പോയിന്റ് ചെയ്യാൻ. അത് ഷെയർഡ് IP ആയിരിക്കാം. നിങ്ങൾ എവിടെയാണോ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ എല്ലാവരും ഷെയർഡ് IP മസ്റ്റായിട്ട് കാണും. ഷെയർഡ് IP ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതല്ല നിങ്ങൾ ഡെഡിക്കേറ്റഡ് IP നിങ്ങളുടെ ഹോസ്റ്റിങ്ങിന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. രണ്ടും വർക്കാവും. അവിടെ വേറെ കുഴപ്പം വരേണ്ട കേസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഓക്കെയാണ്, ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 47 hours വെയിറ്റ് ചെയ്യാൻ പറഞ്ഞവന്. പക്ഷെ ശേഷമായിട്ട് ഇപ്പൊ ഒരു 1 week ആയിട്ടും നമുക്കിത് ഒരു ഡൗട്ട്, നിങ്ങൾ ആഡ് ചെയ്തത് നമ്മുടെ ഗൂഗിളിന്റെ ജാവാസ്ക്രിപ്റ്റ് കോഡല്ലേ ഈ പറയുന്നത്? GTM കോഡ് ഗൂഗിൾ ആഡ് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട ഒരു കേസും ഇല്ലല്ലോ. കാരണം അതും ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കേസില്ല. അത് എങ്ങനെയാന്ന് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് എവിടെയേലും ഒരു മിസ്സിങ് വന്നിട്ടുണ്ടാകാം. അതിപ്പോൾ എന്താണെന്ന് നമ്മൾ ചിലപ്പം അറിയാതെ പോകുന്നതായിരിക്കും. കാരണം ഈ പറയുന്ന കാരണം കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട കേസില്ല അവിടെ. കാരണം അതൊരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. അതും നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന സൈറ്റുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സേവിങ്ങിലുമായിട്ടോ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ഉണ്ടാകാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ഹെഡറും ഫുട്ടറും എഡിറ്റ് ചെയ്തപ്പോൾ അവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആവുന്ന ഒരു കോഡോ വരയോ കുറിയോ എന്തെങ്കിലും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സേവ് ചെയ്യുമ്പോൾ എറർ വരാം അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിൽ. അത് ആ എഡിറ്റ് തന്നെ പോയി നമ്മൾ നോക്കണം. അതിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റിയല്ല. ഓൾറെഡി അത് ഓൺലൈനിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അത്. അപ്പം അതെന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടാകാം. ചിലപ്പം നമ്മളിപ്പോൾ HTML അല്ലെങ്കിൽ JS കോഡ് HTML കോഡ് കൊടുക്കേണ്ട പോലെ അല്ല അത് കൊടുത്തിരിക്കുന്നത്. വെറുതെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാ സേവ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. അത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നതല്ല. ഈ പറഞ്ഞ വർക്കിന്റെ പേരിൽ കുഴപ്പം വരേണ്ട കേസില്ല കേട്ടെടുത്തോളം. ഇതിപ്പം നമ്മൾ ആ ഡൊമൈൻ അടിച്ചു നോക്കുമ്പം ഡൊമൈൻ വരുന്നില്ല, സൈറ്റ് എത്തുന്നില്ല. എന്നതാ എറർ വരുന്നത്? വെബ്സൈറ്റ് അടിക്കുമ്പോൾ ഇപ്പോ നോട്ട് സെക്യൂർ കാണിക്കുന്നുണ്ട്. അത് നോട്ട് സെക്യൂർ ആണോ പ്രശ്നം? നോട്ട് സെക്യൂർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടിന്യൂ കൊടുത്താല് നമ്മളൊരു ടെംപ്ലേറ്റ് തീമിലേക്ക് എത്തുന്നത്. നമ്മൾ സേവ് ചെയ്ത തീമിലേക്കല്ല വരുന്നത്. ടെംപ്ലേറ്റ് ഒരു തീം ഡെഫോൾട്ട് ഉണ്ട്, അതിലേക്കാണ് ഡൈവേർട്ട് ആയി പോകുന്നത്. അതിൽ ആദ്യം ഉണ്ടായിരുന്നത് അത് ടെംപ്ലേറ്റ് സേവ് അത് എനിക്ക് തോന്നുന്നത്
അഡ്മിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണ് വേണ്ടതെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ടാ വരേണ്ടതുള്ളൂ. ആക്ടിവിറ്റി SSL-ന്റെ എറർ ഇല്ല, അതാണ് പ്രശ്നം. കൊടുക്കുമ്പോൾ ഡൊമൈൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡൊമൈൻ നോക്കുമ്പോൾ ഡൊമൈൻ കോൺഫിഗർ അല്ലാതെ കാണിക്കുകയാണ്. ഒരു വീക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോ ഇങ്ങനെ നോക്കി മൊത്തം നെയിം സെർവർ ഒന്നും പറയേണ്ട കേസില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഡൊമൈൻ ഇല്ലാന്ന് പറയുമ്പോൾ അറിയില്ല അതിനെപ്പറ്റി. അങ്ങനെ നമുക്ക് ഒരു പറഞ്ഞു കേട്ട് അത് അങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ എററുകൾ ശരിക്കും എവിടെയാണ് അതിന്റെ പ്രോബ്ലം കിടക്കുന്നത് മനസ്സിലാവത്തുള്ളൂ. ഏതായാലും ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ടല്ലോ, എനിക്ക് പേഴ്സണലായിട്ട് ഡൊമൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ കുറച്ച് കഴിഞ്ഞ് സമയം കിട്ടുമ്പം ഞാൻ ഈ ഗ്രൂപ്പിലും ന്യൂ ആണ്, പുതിയ വേറെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ റീസെന്റ് ഓക്കെ. അത് അല്ലെങ്കിൽ നിങ്ങള് പിന്നെ അതന്നെ ഈ ഗ്രൂപ്പിൽ പലവരും ഉണ്ട്, അപ്പൊ അദ്ദേഹമുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്ന് നോക്കിയിട്ട് അവര് എഴുതുക, പറഞ്ഞുതരും. അതനുസരിച്ച് വരാം, അതനുസരിച്ച് കണക്ട് ആയിക്കോളൂ. അത് തന്നെയാ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ മതി. ശ്യാം സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട് ചർച്ചയില്. അപ്പോ SEO കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്യാം സാറേ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ 3 മണിക്ക് തന്നെ തുടങ്ങി. ഇന്ന് വന്ന ആൾക്കാർ കുറവാണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് മുൻകൂട്ടി തന്നെ പറയാത്തത് കൊണ്ടേ. അല്ല, ഞാൻ വിട്ടുപോയതാണ്. ഞാൻ ഇങ്ങനെ തിരക്കോ അങ്ങനെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് സമയം നോക്കിയപ്പോഴാണ് ഈ ടൈം ആയത് കണ്ടത്. പിന്നെ ലിങ്ക്ഡിന്റെ പേഴ്സണൽ ബ്രാൻഡിങ് സ്പേസിനെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളൊരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. എന്തായാലും ഈ ചർച്ച ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എല്ലാവരും ഞാൻ ലിങ്ക്ഡിനിൽ ഉഷാറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരുവിധം ആൾക്കാരൊക്കെ അതിന്റെ പാതയിലാണ് ഇപ്പൊ ഉള്ളത്. അല്ലാത്തവര് ഉടനെ തന്നെ വേഗം തുടങ്ങുക. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും സാറ് മുതൽ തന്നെ തുടങ്ങുക. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ നമ്മളൊരു പോസിറ്റീവ് ഒരു ഫണലായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ, നമ്മൾ ചെയ്യുന്ന ഓരോ തൊഴിൽ മേഖലയിലും അതിന് കിട്ടുന്ന ബെനിഫിറ്റും അതിന്റെ ചതിക്കുഴികളും അതിന്റെ നെഗറ്റീവ് സൈഡൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഗുണങ്ങളുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അതേപോലെ തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു മീഡിയം ആണ് ഈ ലിങ്ക്ഡിൻ. കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം മറ്റേതൊക്കെ പോലെ അല്ല. ഇപ്പൊ എന്താ പറയുക, 2 ടൈപ്പ് ആൾക്കാരാണല്ലോ ഉള്ളത്. ഒന്ന് ഒരു ജോബ് അന്വേഷിക്കുന്ന അങ്ങനത്തെ ഒരു കരിയർ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗം അവര് എന്താ പറയുക, അവർക്ക് ക്ലയൻസിനെ കിട്ടുക, വർക്ക് പിടിക്കുക തുടങ്ങിയ അങ്ങനത്തെ ഒരു ഭാഗമായിരിക്കും മറ്റും ഉണ്ടാവുക. ഈ 2 കൂട്ടരിക്കും ലിങ്ക്ഡിൻ നല്ല മികച്ച പ്ലാറ്റ്ഫോമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്കിപ്പോ ഒരു ജോബ് അന്വേഷിക്കുകയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഒരാളെ റിക്രൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാലും ശരി, അതല്ലെങ്കിൽ ഒരു ക്ലയന്റ് ഒരു വർക്ക് ഏൽപ്പിക്കണം എന്ന് തോന്നുന്ന അവസ്ഥ എന്താണെങ്കിലും നമുക്ക് അയാളുടെ ഒരു എക്സ്പീരിയൻസ്, അയാളുടെ ഒരു ലെവലൊക്കെ അളക്കണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു സാധനം സത്യം പറഞ്ഞാൽ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമാണ്. ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ അയാൾ പഠിച്ച വർഷം, അയാൾ പഠിച്ച എന്തെല്ലാം അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അയാൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾ, എക്സ്പീരിയൻസ് തുടങ്ങിയ കുറെ കാര്യങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് മസ്റ്റായിട്ടും നല്ലൊരു പ്രൊഫൈല് ലിങ്ക്ഡിനിൽ ഉണ്ടാവുക എന്നുള്ളത് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ലക്ഷ്യമുള്ളവർക്ക്, അതായത് ഇപ്പോ ഒന്നിലും നല്ല ജോലി കിട്ടണം, അതല്ലെങ്കിൽ വർക്ക് പിടിക്കണം, ഈ 2 ഭാഗത്തായിരിക്കും ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം ശരിക്കും ലത്തീഫായി പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഫണലായിട്ട് എടുക്കാവുന്ന സംഭവം തന്നെയാണ്. കാരണം അതിനകത്ത് 4 ആളുടെ ഇടയിലേക്ക് എത്തിയാൽ തന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കേസുണ്ട്. നമ്മൾ ആ ഒരു സ്പേസിൽ നമ്മൾ അതോറിറ്റി ആയി തീരുക, ഈ സ്പേസ് ഇതിനെ കുറിച്ച് ഇവന് നന്നായിട്ട് അറിയാം എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുക, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളും വർക്ക് ചെയ്യുന്ന ആളുകളും മറ്റു പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഫീൽഡിലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നവരും ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമ്മളെ തേടി നമ്മൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അതിലൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക എന്ന് മാത്രമല്ല,
മറുസൈഡിൽ എപ്പോഴും നമ്മൾക്ക് ധൈര്യമായിട്ട് ഇപ്പോ ഒരു ക്ലയന്റ് നമ്മളെ സമീപിക്കുന്നു, അപ്പൊ നിങ്ങൾ ആരാണെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് കൊടുക്കാൻ പറ്റണം. ആ ലിങ്ക്ഡിൻ പ്രൊഫൈല് കൺവെർട്ട് ആക്കുന്നത്, അതായത് ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റ് ശരിക്കും പറഞ്ഞ വെബ്സൈറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ കൺവെർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. വെബ്സൈറ്റ് കൺവെർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും അതോറിറ്റിയും ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും നമ്മളുടെ പോസ്റ്റുകൾക്കൊക്കെ വരുന്ന എൻഗേജ്മെന്റ് ഒക്കെയാണ് നമ്മുടെ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ബാക്കിയെല്ലാം അത് ഫീൽ ചെയ്യിക്കാൻ പറ്റും ഉറപ്പായിട്ട്. അപ്പൊ അത് ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും ട്രെയിനിങ് ഒക്കെ തുടങ്ങി. അപ്പൊ ട്രെയിനിങ് ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ആരാണ് ഈ പഠിപ്പിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് സ്റ്റുഡൻസിന് ഒരു താല്പര്യം ഉണ്ടാവും. ഉറപ്പായിട്ടും വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ശേഷിപ്പ് നമ്മൾ നെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ വന്ന ശേഷമാണ് ട്രെയിനിങ് ഇതിലേക്ക് വന്നു. അപ്പോൾ ലിങ്ക്ഡിലൊക്കെ ഒന്ന് ആക്റ്റീവായി കുറച്ച് തട്ടിക്കൂട്ടി കുറെ ഫോളോവേഴ്സിനെയൊക്കെ അങ്ങോട്ട് കയറി ഫോളോ ചെയ്തിട്ടൊക്കെ ഫോളോവേഴ്സ് തന്നെ, അല്ലാതെ ആരും എന്നെ തേടിയൊന്നുമല്ല. നമ്മൾ അങ്ങോട്ടേക്ക് കണക്ഷൻസ് അയക്കും, കുറെ പേര് നമ്മളെ തിരിച്ച് ഫോളോ ചെയ്യും, അങ്ങനെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നു. വെറുതെ കൊളാബ് ആർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തൊരു ഇതുണ്ട്, ഒരു വാല്യൂ ഒന്നുമില്ല. എന്നാലും ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ വെച്ചിട്ട് ഇതാക്കും. അങ്ങനെ ടോപ്പ് വോയിസ് എന്നുള്ള ഒരു ബാഡ്ജ് നേടിയെടുക്കാൻ മാത്രമൊന്നുമില്ല, അത് ആദ്യം നേടാം ടോപ്പ് വോയിസ് എന്നൊക്കെ. അത് അറിയാവുന്നവർ, ഈ ടോപ്പ് വോയിസ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു തട്ടിക്കൂട്ട് സംഭവമാണെന്ന് അറിയാവുന്നവർ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവരാണ്. ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയാണ് മറ്റു ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ പോകുന്നത്. പക്ഷെ അത് അറിയാത്ത ആൾക്കാരാണ് 90%. അപ്പൊ എന്താണ്, നമ്മുടെ പ്രൊഫൈലിൽ ഒരാൾ കയറുമ്പോ ഇവൻ ടോപ്പ് വോയിസ് ബാഡ്ജ് എന്നൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കുന്ന സംഭവമാണ്. ആക്ച്വലി നമുക്കറിയാം. അപ്പൊ ലത്തീഫായി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്, ഈ പ്രൊഫൈലുകൾ എല്ലാവരും നന്നായിട്ട് സ്ട്രോങ് ആക്കുക, നമ്മളുടെ ഒരു വെബ്സൈറ്റ് പോലെ തന്നെ കണക്കാക്കുക. ആ ഒരു പ്രൊഫൈല് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. വേറെ പിന്നെ തീർച്ചയായിട്ടും. ഇർഫാൻ ഭായിക്ക് ഇപ്പൊ എന്തെങ്കിലും പോയിന്റുകൾ ആഡ് ചെയ്യാനുണ്ടോ? ഞാനിത് ലിങ്ക്ഡിനിലാണ് മെയിനായിട്ട് കാര്യങ്ങൾ ഫോക്കസും എല്ലാം ചെയ്യുന്നത്. ഇവിടെ സെഷൻസ് എടുക്കുമ്പോൾ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ ആഡ്സ് കാര്യങ്ങൾ സെഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ലിങ്ക്ഡിൻ ആഡ്സിലോട്ടേക്കും ചോദിച്ചു വരുന്ന കാണുന്നുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പിലാണെങ്കിലും പലരും ലിങ്ക്ഡിൻ ആഡ്സ് ചെയ്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാണ്ട് തന്നെ ലിങ്ക്ഡിൻ ആഡ്സിലോട്ടേക്ക് ഒരു ആൾക്കാർ കൂടുതൽ നോക്കുന്നുണ്ട്. കാരണം ലിങ്ക്ഡിൻ്റെ ആ ഒരു കുറെ യൂസ് കേസസ് ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് സ്പെൻഡ് ചെയ്യാനും പിന്നെ ജോബ്സിനാണെങ്കിലും ആൾക്കാർ നല്ല ഇതാക്കുന്നു. ജോബിനും ആഡ് കണ്ടിട്ട് ജോബ് വരെ ഇതാക്കുന്നുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് ഷെഫർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ അക്കൗണ്ട് എന്തെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആക്കിയിരിക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാവർക്കും ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ രീതിയിലോട്ടൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും അടിപൊളി പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണ്. അത് എല്ലാവരും എന്തായാലും ചെയ്യണമെന്നാണ് എന്റെ ഇത്. കണ്ടന്റ് ക്രിയേഷൻ ഓക്കെ, ഇപ്പൊ നിങ്ങൾ അങ്ങനെ അതിൻ്റെതായ ചോദിച്ച സ്കില്ല് വേണം. സ്ഥിതിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ പല പ്ലാറ്റ്ഫോമുകളിലും ക്യാമ്പയിൻസ് റൺ ചെയ്യാറുണ്ട്, പല ഒബ്ജക്റ്റീവ് വെച്ചിട്ടും ക്യാമ്പയിനുകൾ റൺ ചെയ്യാറുണ്ട്. ഈ B2B എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ലിങ്ക്ഡിന്റെ ആഡ്സിനെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും? ലിങ്ക്ഡിൻ ആഡ്സ് രാജാവാണ്. സാറേ, അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ ആ ഒരു കേസിൽ രാജാവാണ്. അഡ്വർടൈസ്മെന്റിന്റെ കേസിൽ ഞാൻ കൂടുതൽ വളരെയധികം അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡിനിൽ. ഒരു എക്സ്പീരിയൻസ് പറയാ, ഇത്ര കറക്റ്റ് ടാർഗറ്റിങ്ങും ഇത്ര അധികം കൺവേർഷൻ റേറ്റും വേറൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഗൂഗിളിലാണെങ്കിലും ഇതിനകത്ത്. പക്ഷെ എല്ലാ ടൈപ്പ് അഡ്വർടൈസ്മെന്റിനും സ്യൂട്ടബിൾ അല്ല ലിങ്ക്ഡിൻ. ഇപ്പൊ ഒരു എന്താ പറയാ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയണെങ്കിലേ, നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു IT കമ്പനി നമ്മുടെ കയ്യിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ഈ പ്രൊഡക്റ്റ് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കും. ഈ പ്രൊഡക്റ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ സെർച്ച് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവരൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ അവരെ അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ ഉണ്ടെന്ന് ഇവരെ അറിയിക്കാം. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള ഇവരെ നമ്മളെ എങ്ങനെ അറിയിക്കും? നമ്മൾ ഒരു പ്ലാറ്റ്ഫോം
വിധത്തില ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നടത്തുന്ന അതിനകത്ത് ഡിസിഷൻ മേക്കേഴ്സിനെ കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോ ലിങ്ക്ഡിൻ ഈ ഒരു കാര്യത്തിലെ ടാർഗറ്റിംഗ് ലിങ്ക്ഡിനിലേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾക്ക് ഇവിടെ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യാം. ഇൻഡസ്ട്രി എന്തായിട്ട് സെലക്ട് ചെയ്യും? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യും. 2 അവരുടെ എക്സ്പീരിയൻസോ പൊസിഷനോ മാർക്ക് ചെയ്യാം. പൊസിഷൻസ് എന്ത് ചെയ്യും? ഡയറക്ടർ ബോർഡ്, MD, CEO, സകല സാധന ഡിസിഷൻ മേക്കേഴ്സിനെ മാർക്ക് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി നമുക്ക് വലിയ ഇൻഡസ്ട്രി മാത്രം പിടിക്കണമെന്നുണ്ട് എന്ത് മാർക്ക് ചെയ്യും? എംപ്ലോയീസിന്റെ എണ്ണം മിനിമം 5000 എംപ്ലോയീസ് ഉള്ള ഇൻഡസ്ട്രി. അപ്പോൾ ഇത്രയും ടാർഗറ്റിംഗ് കറക്റ്റ് ആയി. 5000 മുകളിൽ എംപ്ലോയീസ് ഉള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലെ ഡിസിഷൻ മേക്കേഴ്സ് എന്നുള്ള ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. ലിങ്ക്ഡിന്റെ ടാർഗറ്റിംഗ് അതാണ്. പിന്നെ ഇവരെന്താണ് കാണിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് ബാക്കി വരുന്നത്. ഈ വീഡിയോ ആണോ, ഇമേജ് ആണോ, അതോ ലിങ്ക്ഡിനിൽ ഏറ്റവും നല്ല കൺവേർഷൻ ഉള്ളത് അതിനകത്ത് മെസ്സേജ് ആഡാണ്, കോൺവെർസേഷൻ ആഡില്ലേ. നമ്മൾ സൈഡിൽ ഒരു മെസ്സേജ് പോലെ വരില്ലേ, അതാണ് ഏറ്റവും കൺവേർഷൻ ഉള്ളത്. ഒരേ ഒരു ഡ്രോബാക്ക് ഹൈ കോസ്റ്റ്ലി ആണ്. ഗൂഗിളോ ഫേസ്ബുക്കോ പോലെ അല്ല, നല്ല എമൗണ്ട് ആവും ലിങ്ക്ഡിനിൽ. അവിടെ ഈ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം സാറേ, ഇപ്പൊ സാറ് പറയുന്ന വാചകം തന്നെ ഒന്ന് റീഫ്രൈസ് ചെയ്താൽ നമുക്ക് അങ്ങനത്തെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന്റെ മുന്നിൽ ഇങ്ങനത്തെ ഒരു സ്പെഷ്യലൈസ്ഡ് നീഷിൽപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ അവസരമില്ലാത്ത സാഹചര്യത്തിൽ ജനറലി അപ്പൊ ആ ഒരു CPC നമുക്കതിനെ എന്താ പറഞ്ഞ അതിനെ ഒരു മുഖവിലക്കെടുത്ത് അതിനെ മായ്ച്ചു കളയാൻ സാധിക്കില്ലേ? അങ്ങനത്തെ ഒരു ഇന്റന്റഡ് ഓഡിയൻസ് കോസ്റ്റ് കൂടുന്നില്ല. ആക്ച്വലി അതാണ് ശരിയായ കണക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഓവറോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഇല്ലേ, അത് കൂടുതലല്ല ലിങ്ക്ഡിനിൽ. പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യത്യാസം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ഇതേ ക്യാമ്പയിൻ ഫേസ്ബുക്കിൽ ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾക്ക് അതിൽ നിന്ന് 10,000 ക്ലിക്ക് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 10,000 ക്ലിക്കുകൾ കിട്ടി. ഒരു ക്ലിക്കിന് നമ്മൾക്ക് 10 രൂപയാണ് ചിലവായിട്ടുള്ളതെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപ നമുക്ക് സ്പെൻഡ് ആയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കാണുന്ന കണക്ക് എന്താണ്? CPC 10 രൂപയാണ് ഫേസ്ബുക്കിൽ. പക്ഷെ ഈ 10,000 പേരും കറക്റ്റ് ഓഡിയൻസ് അല്ല. നമ്മളുടെ ഈ പറഞ്ഞ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് കറക്റ്റ് വളരെ കൃത്യമായ 10,000 ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരാളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ലീഡേ കറക്റ്റ് ആയിട്ടാണ് തുടങ്ങാവുള്ളൂ. അപ്പൊ ശരിക്കും ശരിയായ നമ്മുടെ CPC എന്താ നമ്മുടെ ഇതില്? അത് 10,000 രൂപയാണ് ശരിയായത് അല്ലെ? അവിടെ നിന്ന് വന്ന ബാക്കി എത്ര വേസ്റ്റാണ്. പക്ഷെ ലിങ്ക്ഡിനിൽ വരുമ്പോ ലിങ്ക്ഡിനിൽ നമ്മൾക്ക് ചിലപ്പോ വരുന്നത് ഈ പറഞ്ഞ 10,000 സ്ഥാനത്ത് നമ്മൾക്ക് ചിലപ്പോ 50 എണ്ണോ ചിലപ്പോ വന്നിട്ടുണ്ടാവും. ഒരു ഇതിന് ചിലപ്പോ 500 രൂപയായിരിക്കും നമുക്ക് ഒരു ക്ലിക്കിന് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 500 CPC വളരെ ഹൈ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ വന്ന 500 നമുക്ക് കറക്റ്റ് 100% ജെനുവൻ കറക്റ്റ് ടാർഗറ്റഡ് ലീഡാണ്. അപ്പൊ അതാണ് ഓവറോൾ കോസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിന് കുറവായിട്ട് വരും. പക്ഷെ നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇത്തിരി കൂടുതലായിരിക്കും. കാരണം ഓരോ CPCയും വളരെ ഹൈ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ERPയുടെ ഒക്കെ ക്യാമ്പയിൻസ് എല്ലാ IT കമ്പനികളുടെയും ഏതൊരു IT കമ്പനി നടത്തുന്നതിന്റെ ആദ്യത്തെ സ്വപ്നമാണ് ERPയുടെ ക്യാമ്പയിൻ. അത് എളുപ്പമല്ലേ അത് കൺവേർട്ട് ചെയ്യുന്നത്? ഭയങ്കര ടഫായിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇത് നടത്തുന്ന ഒരാളുടെ കേസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും 100, 200, 300 റേഞ്ചൊക്കെ ആയിരിക്കും ഈ നമ്മുടെ ലിങ്ക്ഡിനിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു CPC. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മുടെ US ഒക്കെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 1000 മുകളിൽ പോകും. അപ്പോ ആ ഡെയിലി ബഡ്ജറ്റ് ഒക്കെ ഇത്തിരി കൂടുതൽ കണക്കാക്കിയാൽ മാത്രമേ നമുക്ക് ലിങ്ക്ഡിനിൽ നിന്ന് പെട്ടെന്നൊരു ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. ചെറിയ ബഡ്ജറ്റ് ഉള്ളവർ നോക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ലിങ്ക്ഡിൻ. ഓക്കെ, അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ സാറേ? അതായത് നിങ്ങൾക്ക് ഒരു ഇന്റന്റഡ് ഓഡിയൻസ് കൃത്യമായ രീതിയിൽ കിട്ടാൻ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല എങ്കിലും ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യത തുലവും ഉണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിക്കാമെന്ന് പറയാലോ അല്ലേ? പിന്നെ 100%. ഈ ലിങ്ക്ഡിൻ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രൊഫഷന് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊഫഷനെ ബേസ് ചെയ്തിട്ട് ഇൻഡസ്ട്രി ഓർ പ്രൊഫഷനെ ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്പർ 1 ഓപ്ഷൻ എപ്പോഴും ലിങ്ക്ഡിൻ തന്നെയാണ്. പക്ഷെ അതിൽ തന്നെ ആ പർട്ടിക്കുലർ പ്രൊഫഷൻ ഓർ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളതാണ് നമ്മളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലിങ്ക്ഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചിട്ട് നമുക്ക് അവരെ ഗൂഗിൾ സെർച്ചിലേക്ക് പോവാം. ഇനി ഇത്തരം ആളുകൾ തന്നെ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനോടോ സാധാരണ രീതിയിൽ എൻഗേജ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഇൻസ്റ്റാഗ്രാമിൽ
ടാർഗറ്റ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ചില ടൈപ്പ് വർക്കുകളിൽ നമുക്ക് എത്ര ആലോചിച്ചാലും നമുക്ക് അവരൊരു പ്ലാറ്റ്ഫോമിൽ പിടികിട്ടാത്തൊരു അവസ്ഥ വരും. ഇൻസ്റ്റാഗ്രാമിൽ പിടിക്കാൻ പറ്റില്ല, ഗൂഗിൾ സെർച്ചിൽ പിടിക്കാൻ പറ്റില്ല, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് ഒന്നിലും ഇവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഡിഫൈൻ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊരു വൈഡ് ഓഡിയൻസിലേക്ക് ഇട്ടിട്ട് ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്ന് പോയുള്ളൂ, ഒന്നും നടക്കില്ല. അപ്പൊ അവിടെ ചെയ്യാവുന്ന ഏറ്റവും ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഒരു സാമ്പിൾ റെഫറൻസ് ആയിട്ട് എടുത്തോ, ഏറ്റവും ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ബഡ്ജറ്റിന് കയറിയിട്ട് ഈ ലിങ്ക്ഡിനിൽ കയറി അഡ്വർടൈസ് ചെയ്യണം. ലിങ്ക്ഡിൽ നിന്ന് നമ്മൾ ബിസിനസ് ഉണ്ടാക്കി നമ്മൾ പ്രൊഡ്യൂസർമാരാകാൻ പോകുന്നില്ല. പക്ഷെ ലിങ്ക്ഡിൽ നിന്ന് നമ്മൾക്ക് നമ്മളുടെ കറക്റ്റ് ഓഡിയൻസിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒരു മാസം ചെയ്തു എന്ന് വിചാരിക്കുക. ഈ വെബ്സൈറ്റിലേക്ക് വന്നവനെ മെറ്റാ പിക്സലോ മറ്റുള്ളവരുടെ കൺവേർഷൻ ട്രാക്കിംഗ് കോഡോ ഒക്കെ പിടിച്ചേക്കണം. അവനെ കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. നമ്മുടെ വെബ്സൈറ്റിലെ ഈ ലിങ്ക്ഡിനിൽ നിന്ന് വന്നവര്, ലിങ്ക്ഡിനിൽ നിന്ന് വന്നവര് കറക്റ്റ് ഡിഫൈൻഡ് ഓഡിയൻസ് ആണ്, കറക്റ്റ് വേണ്ട ഓഡിയൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റം ഓഡിയൻസ് ഉണ്ട്. ഈ കസ്റ്റം ഓഡിയൻസിനെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിനോ യൂട്യൂബിലോ ഗൂഗിളിനോ കാണിച്ചു കൊടുക്കുക. ഈ ടൈപ്പ് ആൾക്കാരുടെ ഇടയിൽ പരസ്യം കാണിക്കാൻ പറയാം. അപ്പോൾ കറക്റ്റ് ഡിഫൈൻഡ് ആവും പരസ്യം, അഡ്വർടൈസ്മെന്റ്. അങ്ങനെ ഓരോ ഈ ഫണൽ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന്റെ ചെറിയ ഒരു സംസാരം എന്ന് പറയാൻ പറ്റും? അത് വലിയ ടോപ്പിക് ആക്ച്വലി. അത് ശരിക്കും ഫണലാണ് മാർക്കറ്റിംഗ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഉള്ള പല ആൾക്കാർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും പറയാറുള്ള വാക്കുണ്ടല്ലോ, ബാക്കി പറയാം, ഫോം ഫില്ലിംഗ് ആണ് ആൾക്കാർ. ഫോം ഫില്ലിംഗ്, അതായത് ഗൂഗിളിൽ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, ലിങ്ക്ഡിനിൽ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, അതായത് ഒരു പരസ്യം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ക്യാമ്പയിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ക്യാമ്പയിനിൽ എന്ത് ചെയ്യണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഈ അപ്രോച്ചാണ് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബാക്കോട്ട് പോകാൻ കാരണം. ശരിക്കും ഇതിന് മുമ്പത്തെ കുറെ സ്റ്റേജസ് ഉണ്ടല്ലോ നമ്മളുടെ. അതായത് നമ്മളൊരു ക്ലയന്റിനെ കണ്ട് ആ ക്ലയന്റിന്റെ ഒരു മനസ്സിലാക്കുന്നത് തുടങ്ങിയിട്ട് നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് ശരിക്കും ഫണൽ വരേണ്ടത്. നമ്മൾ ഈ ക്യാമ്പയിൻ, അതായത് മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ലിങ്ക്ഡിൽ നിന്ന് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 1000 പേരെ നമ്മുടെ സൈറ്റിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഈ 1000 പേരുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് കുറച്ച് ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് കൂടി ചേർത്ത് കുറച്ച് വാല്യൂ ഒക്കെ ഇട്ടിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കി നമ്മൾ മെറ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതൊരു കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അവരെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഒരു അവയർനെസ് കാണിക്കുകയാണ്, ഒരു വീഡിയോ കാണിക്കുകയാണ്. ആ വീഡിയോയോട് എൻഗേജ് ചെയ്ത ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ തൊട്ടടുത്ത സ്റ്റേജിൽ ഇവരെ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ വായിക്കാനായിട്ട് നമ്മൾ വിടുന്നതായിരിക്കും നമ്മുടെ അടുത്ത സ്റ്റേജ്. അവര് ആർട്ടിക്കിൾ വായിക്കുന്ന കൊടുക്കുന്നത് നമ്മൾ ടാഗ് മാനേജർ വഴിയിട്ട് നമ്മുടെ അടുത്തൊരു സംഭവം കൂടി എടുക്കുന്നു. അതിൽ ഈ ആർട്ടിക്കിൾ ഒരു 40%, 50% സ്ക്രോൾ ചെയ്തവരെത്ര എന്ന് നമ്മൾ അളക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഫണലിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്ത് അവർക്ക് കൊടുത്തു. അത് താല്പര്യം ഉള്ളവരെ ഒരു വീഡിയോയിലൂടെ എൻഗേജറായി. ആ വീഡിയോയിലൂടെ എൻഗേജറായവരെ നമ്മുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചു, അവർക്ക് താല്പര്യമുള്ള ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ 50% സ്ക്രോൾ ചെയ്തവര് നമ്മളുടെ ഇതിനോട് വളരെയധികം താല്പര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ അവരെ ഇതിനകത്ത് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കറക്റ്റ് ആയിട്ടുള്ള പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ട് അവരെ ഒരു 2 or 3 ക്രിയേറ്റീവ്സ് കാണിക്കുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ആയിരിക്കാം. ആയിരിക്കും നമ്മുടെ ലാസ്റ്റ്. അവസാനത്തെ ചിലപ്പോൾ 5ാമത്തെയോ 6ാമത്തെയോ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു കൺവെർഷനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു ആഡുമാരെ കാണിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും വീഴും. ഈ ആദ്യത്തെ 1, 2, 3 കഴിഞ്ഞ് 4ാമത്തെ 5ാമത്തെ 6ാമത്തെ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇവർ വീഴാൻ തുടങ്ങും. മീൻസ് കൺവേർട്ട് ആവും എന്നുള്ളത്. അത് ഇങ്ങനെയാണ് ഓരോ ക്യാമ്പയിനും നമ്മൾ ഓരോ റിക്വയർമെന്റിനും നമ്മൾ ചെയ്യേണ്ടത്. ചിലതിനൊക്കെ ഫൈനാൻസ് ഒന്നും അധികം ആവശ്യം ഉണ്ടാവില്ല. നേരെ ക്യാമ്പയിൻ ചെയ്യുന്നു, നേരെ റിസൾട്ട് കിട്ടുന്നു, ഒരു ലീഡ് ഫോം ഒക്കെ കൊടുത്താൽ നേരെ ലീഡ് കിട്ടുന്നു, അതുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു 50-60-70% കേസുകളിലും ഇങ്ങനെ നമ്മൾ വലിയ ഫൈനാൻസ് ഒന്നും ആലോചിക്കേണ്ട, വലിയ ബ്രാൻഡിങ് ഒന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ ഒരു ക്യാമ്പയിൻ ചെയ്താൽ മതി. നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, നമ്മൾ ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റർ സക്സസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളതൊക്കെ. അത് ഞാൻ എപ്പോഴും പറയാനുള്ള കേസാണ്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ സക്സസ് ആണോ അല്ലേ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് മെഷർ ചെയ്യാനായിട്ട് ഇതുവരെ ലോകത്തിൽ ഒന്നുമില്ല. ഡിജിറ്റൽ മാർക്കറ്റിന്റെ റിസൾട്ടിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. എന്ത് വിചാരിച്ചിട്ട് എന്താണ് സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റുക? ഇപ്പൊ ഒരാൾ പറയുകയാണ്, ഞാൻ എന്റെ ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണ്, കാരണം അയാൾക്ക് ഞാൻ 50 രൂപക്ക് കുറെ ലീഡ് കൊടുക്കുന്നുണ്ട്. ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണ്, കാരണം അയാളെ സംബന്ധിച്ച് 50 രൂപക്ക് ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഓക്കെ ആണെന്ന് വിചാരിക്കും.
പക്ഷെ ഞാൻ ചോദിക്കുന്ന 50 രൂപക്ക് കൊടുക്കുന്നത് 40 രൂപയാക്കാൻ പറ്റിയിരുന്നെങ്കിലോ അപ്പൊ സക്സസ് ആണ്. നമുക്ക് ആവേശികത മാത്രമേ ഉള്ളൂ. ഒരാൾ ഹാപ്പി ആണെങ്കിൽ ഓക്കെ സക്സസ് എന്ന് വിചാരിക്കണം. അപ്പൊ അത് ഈ ഫണൽസ് ഒക്കെ അതേപോലത്തെ ഒരു ഇതാണ്. നമ്മള് ചില സമയത്ത് ആ ഒരു ക്യാമ്പയിനിൽ കിട്ടുന്ന റിസൾട്ട് മതി, ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ പിന്നെ വേറെ അധികം ഫണൽസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് കൂടുതൽ ഒപ്റ്റിമൈസേഷൻ വേണ്ടി വരും. ഒരു ക്യാമ്പയിനെ തന്നെ ഒപ്റ്റിമൈസ് എങ്ങനെയാണ് അത് പറഞ്ഞു മനസ്സിലാക്കുന്നത് അറിയില്ല, കാരണം അതൊരു വലിയ ടോപ്പിക്കാണ്. അത് അപ്പൊ ഒരു ക്യാമ്പയിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മളതിനെ ഒരു ക്യാമ്പയിനിൽ തന്നെ നമ്മൾ 5-6 സെക്ഷൻസ് ആയിട്ട് വിഭാവനം ചെയ്തിട്ട് അതിനെ അഗെയിൻ ഒപ്റ്റിമൈസേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു ഫണൽ ഉണ്ടാവും. ഇനി ഇതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് നമുക്കൊരു സിംഗിൾ ക്യാമ്പയിൻ, ഇപ്പൊ ഒരു ERP ക്യാമ്പയിൻസ് പല കമ്പനികൾക്കും പരാജയം സംഭവിക്കുന്ന ഒരു കേസാണ്. IT കമ്പനികൾക്ക് ഒറ്റയടിക്ക് 50 ലക്ഷത്തിന് 1 ലക്ഷത്തിന് 1 കോടിയുടെയും പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും. ചുമ്മാ ഒരു പരസ്യം കാണിക്കുന്ന ഇതിന്റെ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരൊക്കെ വലിയ ലെവലിലുള്ള ആൾക്കാരായിരിക്കും. ചുമ്മാ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ട അപ്പൊ തന്നെ അവന്റെ ലീഡ് ഫോം ഫില്ല് ചെയ്ത് നമ്പറും ഇമെയിൽ അഡ്രസ്സും അയച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്ന വെറുതെ ഇരുന്നോളൂ. അത് അയച്ചു തരും. വേറെ ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും മാർക്കറ്റ് ടീമുകളുടെ തട്ടിപ്പ് ലീഡ്സ് ഒക്കെ കിട്ടുക. ഇവിടെയാണ് ശരിക്കും ഫണലുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമ്മളിലേക്ക് അടുപ്പിച്ച് 2-3 ഘട്ടങ്ങളിൽ നമുക്കിത് ചെയ്യാം. ഘട്ടമല്ല, 2-3 ടൈപ്പ് റിക്വയർമെന്റിലൊക്കെ നമുക്ക് ഈ ഫണൽസ് ചെയ്യാം. ഫണൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനിങ്ങനെ പ്രത്യേകിച്ച് എന്താ അതൊരു വലിയ ടോപ്പിക്കല്ലേ ഭായി, അങ്ങനെ ഇത് ചുരുക്കി എങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനല്ല, ചെറിയൊരു അവലോകനം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞെന്നുള്ളൂ. സാറ് പറയുന്ന കാഴ്ചപ്പാട് വളരെ കറക്റ്റ് ആണ്. അത് വളരെ ഇൻഡെപ്ത് ആയിട്ടും ഓരോ സ്പെസിഫിക് ഇൻഡസ്ട്രിക്കും ഓരോ നീഷിനും അതിനെ വെവ്വേറെ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. അതെ അതെ, SEO ഉണ്ട്. നമ്മളിപ്പോ ഒരു വെബ്സൈറ്റിലെ കണ്ടന്റ്, അതായത് നമ്മുടെ SEO ഉണ്ട്, ഈ ഫണലുണ്ട്. നമ്മുടെ കീവേഡ്സ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ ടോപ്പ് ഓഫ് ഫണൽ കീവേഡ്സ് അങ്ങനെ കുറെ ഉണ്ട്. ആ രീതിയിലാണ് നമ്മളൊരു വെബ്സൈറ്റിലെ കണ്ടന്റിനെയൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ചുമ്മാ ഒരു സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പലരും ഉണ്ട്. എന്റെ സൈറ്റ് ഉണ്ട്, പക്ഷെ ആൾക്കാർ വരുന്നുണ്ട് ഗൂഗിളിൽ ടോപ്പാണ്, പക്ഷെ എന്റെ സൈറ്റിൽ നിന്ന് എനിക്ക് ലീഡ് കിട്ടുന്നില്ല. കാരണം അത് ഇങ്ങനെ അവിടെയും ഒരു ഫണലുണ്ട്. വെബ്സൈറ്റിൽ ഒരു ആൾക്കാർ വന്നൊരാളെ കൺവെർട്ട് ആക്കുന്ന സൈറ്റിൽ ഒരു ജേണിയാണല്ലോ. ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അവന്റെ മുമ്പിൽ നമ്മുടെ വെബ്സൈറ്റ് വരുന്നു, ആ വെബ്സൈറ്റ് അവൻ ലോഡ് ചെയ്യുന്നു, അവൻ ഏറ്റവും ടോപ്പ് ഹീറോ ഏരിയയിലെ എന്തോ ഒന്ന് വായിക്കുന്നു, ആ വായിക്കുന്നത് അവൻ എന്തോ ട്രിഗർ ചെയ്യിക്കുന്നു, അവൻ തൊട്ട് താഴേക്ക് വരുന്നു, അവിടെ അവൻ എന്തോ ഒന്ന് അവന്റെ അടുത്തൊരു സംഭവം അവൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവൻ അവിടെ നിന്ന് പിന്നെയും വരുന്നു, അവൻ കൂടുതൽ ആകാംക്ഷ ജനിപ്പിക്കുന്നു, അവൻ ഫോം ഫില്ല് ചെയ്യുന്നു. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഏതൊരു എലമെന്റ് മീൻസ് ആയാൽ പോലും അവസാനത്തെ കോൺടാക്ട് ഫോം ഫില്ല് ചെയ്യില്ല. അപ്പോ അവിടെയും എന്തൊരു ഫണ്ട് ആക്ച്വലി. തീർച്ചയായിട്ടും. സലീം എന്തോ ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ചോദിച്ചോളൂ. ഞാനിപ്പോ ശ്യാം സാറ് പറഞ്ഞ പോലെ തന്നെ, അതായത് വലിയ പ്രൊജക്ടുകളുടെ, അതായത് 3-4 കോടിയുടെ പ്രൊജക്ടുകൾ, എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സിന്റെ ആടുകളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമൊക്കെ റൺ ചെയ്തിട്ട് അതിന്റെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ഓഡിയൻസിനെ നമുക്ക് ലിങ്ക്ഡിൻ ക്യാമ്പയിൻ ത്രൂ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ഹൈ എൻഡ് ഓഡിയൻസ് ആണ്, ഡോക്ടേഴ്സ് അങ്ങനെ പോർഷൻ ലീവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ. അവരെ ടാർഗറ്റ് ചെയ്യാൻ ലിങ്ക്ഡിൻ എത്രമാത്രം പോസിബിൾ ആണ്, അതുപോലെ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു വാല്യുവേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു തോട്ട് പറയാൻ പറ്റുമോ? സംതിങ് ഹാവ് ടു. എന്നോടാണോ? യാ, അതായത് ലിങ്ക്ഡിനില് ഈ പറഞ്ഞത് എന്താണ്, മറ്റേ നിങ്ങൾ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്താൻ എങ്ങനെ ഉണ്ടാകുമെന്നാണോ? അതെ, ഇപ്പൊ ഒരു അദ്ദേഹം ചോദിക്കണത് സാർ എങ്ങനെയാണ്, അദ്ദേഹം ബ്രോഡായിട്ട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന മെറ്റാ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഗൂഗിൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഒരു ഹൈ എൻഡ് ഇക്വിറ്റി വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പെന്റ് ഹൗസോ അല്ലെങ്കിൽ ഒരു പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും സാധനം. അപ്പൊ അത് ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ ഈ പറയുന്ന ടെക്നോക്രാറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള ഇപ്പൊ ഡോക്ടേഴ്സോ ലോയേഴ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ട്രാക്ക് ചെയ്യാൻ ലിങ്ക്ഡിൻ ഒരു നല്ല പ്ലാറ്റ്ഫോം ആണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഉറപ്പായിട്ടും. ഇവിടെ ഇപ്പോ നമുക്ക് നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പൊ ശരിക്കും സിനാരിയോ നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ തേടി വന്നു എന്ന് വിചാരിക്കാം, നമ്മളൊരു കമ്പനിയാണ്, നമ്മൾ തേടി ഒരു ബിൽഡർ വരുന്നു, അവര് പറയുന്നു, അവര് നമ്മുടെ അടുത്ത് മറ്റൊന്നുകൂടി പറയുന്നു,
ഈ വരുന്നൊരു 4 മാസത്തിനുള്ളിൽ അവരുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആവും. അവരുടെ വില്ലയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് കംപ്ലീറ്റ് ആവും. നമുക്ക് 2024 ആദ്യത്തെ ഈ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മളുടെ ശരിക്കും നമ്മൾ ഓപ്ഷൻ നമ്പർ 1 നമ്മൾ ആലോചിക്കണം. നമുക്ക് നേരെ ഒരു വീഡിയോ അങ്ങനെ എടുത്തിട്ട് ഒരു ലേഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ വില്ലയെ കുറിച്ചും മനോഹാരിതയെ കുറിച്ചും അവിടുത്തെ അമ്യൂണിറ്റീസ്, ആ തൊട്ടടുത്തുള്ള വലിയ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയും. ലേഡി കൂട്ടത്തിൽ ഒരാൾ പറയുന്നു നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. ശരി, ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. അപ്പൊ ആരെ കാണിക്കും? നമുക്കിത് ആരെയും കാണിക്കണം എന്നറിയില്ല. കാരണം ഇത് ഇൻസ്റ്റാഗ്രാം തന്നെ വിചാരിക്കണം കാണിക്കണം. വൈഡ് ഓഡിയൻസിന്റെ ഇടയിൽ 1% ചെയ്യും. കുറെ കഴിഞ്ഞാൽ കാണിക്കുന്നത് അവന് ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമൈസ് ചെയ്ത് വരും. നമുക്ക് കുറച്ചൊക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് ഏജും കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ രീതിയിലൊക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ട് വൈഡ് ആയിട്ട് നമുക്ക് വിടാം. പക്ഷെ അപ്പോഴും ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലുള്ളത്, ഇതിന് ടൈം ലിമിറ്റ് അവർ 6 മാസം പറഞ്ഞു. ഈ ഇത്രയും വലിയ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, മലയാളീസ് കൂടുതലായിട്ട് ഇവിടെ 5 കോടിയുടെ ഒരു വില്ല മേടിക്കണമെന്നുണ്ടെങ്കിൽ അവര് UAE ഉണ്ടാവും, അവർ US ഉണ്ടാവും, UK ഉണ്ടാവും. അപ്പൊ എവിടെയൊക്കെ കാണിക്കും? നമ്മൾ എല്ലായിടത്തുള്ള മലയാളീസിനെ കാണിക്കണം. കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുക പുറമേ ഉള്ളവരായിരിക്കും. അപ്പൊ ഇത് എവിടെ കാണിക്കും? ആരെ കാണിക്കും? ഗൂഗിൾ അപ്പൊ കൂട്ടത്തിൽ വേണമെങ്കിൽ അടുത്തൊരു അപ്രോച്ചാണ് നമുക്ക് എന്തുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരെ കാണിച്ചുകൂടാ അല്ലെ? പ്രോപ്പർട്ടി ഫോർ സെയിൽ ഇൻ കൊച്ചി, പ്രോപ്പർട്ടി ഫോർ ലക്ഷറി പ്രോപ്പർട്ടി ഫോർ സെയിൽ, അതായത് ഫ്ലാറ്റ് ഫോർ സെയിൽ, ഇങ്ങനത്തെ നമുക്കാക്കാം വേൾഡ് വൈഡ്. ഇത് രണ്ടും ആയിരിക്കും നോർമലി ഒരു 90% ആൾക്കാരും ചെയ്യാം അല്ലെ? ഇതിലെ കാരണം ഇതിന്റെ ഉള്ളിൽ അവിടെ എങ്ങനെ കിടക്കും? ഒന്നിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരെ കാണിക്കും, അതല്ലെങ്കിൽ നല്ലൊരു ക്രിയേറ്റീവ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ അങ്ങോട്ട് കാണിക്കും, അതല്ലെങ്കിൽ ഇതിന്റെ ഒരു കോംബോ എടുക്കും ചിലപ്പോൾ. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവനെ സൈറ്റിൽ വരുത്തിയിട്ട് സൈറ്റിൽ വന്നവനെ ഇൻസ്റ്റാഗ്രാമിലിട്ട് നേരത്തെ പറഞ്ഞ വീഡിയോ കാണിക്കും. ഇവിടെ ഒരു ഫണലുണ്ട്. ഇത് നല്ല അപ്രോച്ചാണ്. ഞാൻ ഈ പറഞ്ഞ ഇവിടെ ഒരു അപ്രോച്ച്. പക്ഷെ ഇവിടെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സാധനം ഇവിടെ കൊണ്ടുവരാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെയും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട്, ഇപ്പൊ ഈ പറഞ്ഞ ഫണലില്ലേ, അതായത് ഗൂഗിളിൽ ആൾക്കാർ സെർച്ച് ചെയ്തു, സൈറ്റിൽ വന്നു, സൈറ്റിൽ വന്നവനെ ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റീവ് കാണിക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ പിന്നെയും ഒന്ന് ആലോചിച്ചൂടെ, ഇൻസ്റ്റാഗ്രാം ഇവർ യൂസ് ചെയ്യുമോ ഇല്ലയോ? 5 കോടിയുടെ ഒരു വില്ല മേടിക്കുന്ന ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുമോ ഇല്ലയോ? അത് ചോദിക്കുന്ന വിഷയം. അവൻ ഉണ്ടാവുക എവിടെയായിരിക്കും? അവൻ ഫേസ്ബുക്കിലായിരിക്കും ഉണ്ടാവുക. അവൻ വലിയ വലിയ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിങ്, ഇൻഷുറൻസ്, അങ്ങനത്തെ എന്തെങ്കിലും ഹെവി റിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കാനായിരിക്കും അവന് താല്പര്യം. അവന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് കുട്ടികളെ ഇവിടുത്തെ ഓരോ ടീമുകളുടെ ബ്ലോഗേഴ്സിനൊന്നും ഫോളോ ചെയ്ത് മരിക്കുന്നവരെല്ലാവരും ആ ടീമുകളൊക്കെ. അപ്പോ എഗെയിൻ നമ്മുടെ ടാർഗറ്റിങ് ഇത് മാറുന്നത് കണ്ടില്ലേ? നമ്മളുടെ എന്താണ് പറയുന്നത്, ഇവിടെയാണ് ശരിക്കും ടീമായി പറഞ്ഞ ആ ഒരു ഫണല് ശരിക്കും വരണത് ഇവിടെയാണ്. ആദ്യം നമ്മൾക്കൊരു ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ പല ഘട്ടങ്ങളിലും നമുക്ക് സാധിക്കാതെ വരും. ഈ കടലിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ പ്ലാറ്റ്ഫോമിനെ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ സാധിക്കണം. ബേസിക്കലി ഏതൊരു ക്യാമ്പയിന്റെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോമിനെ നമ്മൾക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോ ChatGPT-നടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു, നമ്മൾ ആ പ്ലാറ്റ്ഫോമിനെ പഠിപ്പിച്ചാൽ നമുക്ക് വേണ്ട റിസൾട്ട് നന്നായിട്ട് കിട്ടും. എത്ര നന്നായിട്ട് പഠിപ്പിക്കുന്നു അത്ര നല്ല റിസൾട്ട് ChatGPT ഇങ്ങോട്ട് തരും. എന്ന് പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ലിങ്ക്ഡിൻ ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ടിക്ടോക്ക് ആവട്ടെ, സ്നാപ്ചാറ്റ് ആവട്ടെ, എന്താവട്ടെ, ഈ പ്ലാറ്റ്ഫോമിനെ നമുക്ക് പഠിക്കാതെ ഇതാണ് ടൈപ്പ് ഒന്നിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. നേരെ ഇന്ന ഏജ് ഗ്രൂപ്പ്, ഇന്ന ലൊക്കേഷൻ, ഇന്ന കാര്യങ്ങളുള്ള ആൾക്കാരെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതല്ലെങ്കിൽ നമുക്കൊരു സാമ്പിൾ ഡാറ്റ കൊടുക്കാൻ പറ്റണം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ആൾക്കാർ, ഇത്തരം ആൾക്കാരിലേക്ക് കാണിക്കാൻ പറ്റണം. ഇവിടെ നേരത്തെ ഇപ്പോ സലീം ചോദിച്ച പോലെ എനിക്ക് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് ഞാൻ കണക്കാക്കുക ലിങ്ക്ഡിനിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഞാൻ അങ്ങനെ ടാർഗറ്റ് ചെയ്യും. ഇത് മേടിക്കാൻ പറ്റിയ പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. കേരളത്തിൽ
ആ രീതിയിലൊരു ഓഡിയൻസിനെ അങ്ങോട്ട് നന്നായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 5 കോടി എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും അവര് ഇതിനകത്തോട്ട് ഒരു എന്താ പറയുക ഒരു മൊത്തം ഞാൻ പറഞ്ഞ 30 ഇല്ലല്ലേ 150 കോടിയുടെ പ്രോജക്റ്റ് ആണ്. ഉറപ്പായിട്ട് അവർ ഒരു 2, 3, 4, 5 കോടി സ്പെൻഡ് ചെയ്യും ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു പ്ലാൻ എടുത്തു. ഞാൻ കുറഞ്ഞത് 1 കോടി രൂപത്തിൽ ഞാൻ ലിങ്ക്ഡിനിൽ പരസ്യം കാണിക്കുന്നു. 1 കോടിക്ക് ഞാൻ മിനിമം ഒരു ഇത്ര നമ്പേഴ്സ് ഓഫ് ആൾക്കാർ, എനിക്ക് കൺവേർഷൻ ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്ക്, ലിങ്ക്ഡിനിൽ ഞാൻ ടാർഗറ്റ് ചെയ്യണതൊക്കെ നല്ല കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, ലിങ്ക്ഡിനിൽ ചേരാത്ത പക്ക റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു ആർട്ടിക്കിളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വിചാരിക്കും. ചുമ്മാ ഒരു ആർട്ടിക്കിൾ, എന്റെ സൈറ്റിലേക്കുള്ള ആർട്ടിക്കിൾ. ഉറപ്പായിട്ടും ഈ കോടീശ്വരന്മാര് ആ ലിങ്ക്ഡിനിൽ നിന്ന് ആ ആർട്ടിക്കിൾ എന്റെ സൈറ്റിൽ കയറി വായിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സൈറ്റിൽ ആ ആർട്ടിക്കിൾ 30-40% സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കയ്യിൽ കാശുണ്ട്, ഈ പ്രോപ്പർട്ടിയിൽ കുറച്ച് ഇൻട്രസ്റ്റും കാണിക്കുന്നു, അറിയാനെങ്കിലും ആഗ്രഹം കാണിക്കുന്നുണ്ടാ, മതി. എനിക്ക് വേണ്ട ഓഡിയൻസിനെ ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ലിങ്ക്ഡിനിൽ വന്ന എല്ലാവരും അല്ല, ലിങ്ക്ഡിനിൽ വന്നിട്ട് 40% സ്ക്രോള് ഗൂഗിൾ ടാഗ് മാനേജർ വഴി ഞാൻ ട്രിഗർ ചെയ്യും. ഈ ഓഡിയൻസിനെ ഞാൻ നേരെ കൊടുക്കും. ഇനി ആർക്ക്? നമ്മുടെ ഫേസ്ബുക്കിലും കൊടുക്കും, ഗൂഗിളിലും കൊടുക്കും. ഇവര് മിക്കവാറും യൂട്യൂബിലുണ്ടാവും ഈ പറഞ്ഞ നമ്മളുടെ ഓഡിയൻസ്. അവര് ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറവായിരിക്കുമെങ്കിലും അവർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വീഡിയോ ആ ലേഡിയുടെ ഒരു നല്ല സ്ക്രോൾ ഷോപ്പർ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് 5 കോടി മുടക്കുന്ന ഒരുത്താണ്. അവനെ അറിയാം, കളി അറിയാം. അപ്പൊ അവന് വെറുതെ എന്താണ് ഈ സാധാരണ സാധനങ്ങൾ വിൽക്കാനുള്ള പോയിന്റ്സ് അല്ല വേണ്ടത്. അവന്റെ 5 കോടി മുടക്കിയാൽ 10 കോടി ആകുന്ന അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ആയിരിക്കും ഇവരെപ്പോഴും നോക്കുക. അല്ലാതെ 5 കോടിക്ക് എവിടെ വേണമെങ്കിൽ എറണാകുളത്ത് സ്ഥലം മേടിക്കാം. അപ്പൊ അതുകൊണ്ട് തൊട്ടടുത്തുള്ള അമ്യൂണിറ്റീസും കായൽ കാണാമെന്നും പറഞ്ഞ് ഇവരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. 5 കോടി ഉണ്ടെങ്കിൽ അവർ കായലിന്റെ സൈഡിൽ അവർ സ്ഥലം മേടിച്ച് അവർ വീടും പിടിക്കും. അപ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇവന് 5 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ വർദ്ധിക്കുന്ന കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. പിന്നെ എറണാകുളത്ത് 5 കോടിക്ക് വില്ല മേടിക്കാൻ പറ്റുന്നവന് ആ സ്ഥലപ്പേരിൽ നിന്ന് അതിന് ചുറ്റും എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. 1 കിലോമീറ്റർ അപ്പുറം സ്കൂളുണ്ട്, 1 കിലോമീറ്റർ അപ്പുറം ഹോസ്പിറ്റൽ ഉണ്ട്, 1/2 കിലോമീറ്റർ അപ്പുറം ഇതുണ്ടെന്ന് പറയുന്നത് ആ സ്ഥലത്തെ കുറിച്ച് അറിയാത്തവനാണ് ഇൻസ്റ്റാറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞത് ഇത്തരം പോയിന്റ്സിനെ ഒഴിവാക്കിയിട്ട് അതിന്റെ വാല്യൂ വർദ്ധിക്കുന്ന രീതിയിലേക്ക് ക്രിയേറ്റീവ് മാറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ലിങ്കിൽ നിന്ന് എന്റെ സൈറ്റിലേക്ക് വന്നു സ്ക്രോൾ ചെയ്ത ആളുകളെ ഞാൻ ഈ ക്രിയേറ്റീവ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ കിടന്നോട്ടെ, ഇൻസ്റ്റാഗ്രാമിലും കാണിക്കാനായിട്ട് ഏർപ്പാടാക്കും. ഇത് കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് ഇത് ഒരു 2 ആഴ്ച 3 ആഴ്ച റൺ ചെയ്യുമ്പോഴേക്കും സംഭവം എന്തായി, ഒരു ഓഡിയൻസ് ഇവിടെ ഡിഫൈൻഡ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യണം? അടുത്ത ഫണലിൽ ലുക്ക് ലൈക്ക് എന്ത് ചെയ്യണം? ലുക്ക് ലൈക്ക് ഓഡിയൻസ് വയ്ക്കും. ഇപ്പൊ ഈ വന്നമാരുടെ പോലത്തെ ആൾക്കാരെ കാണിക്കാനായിട്ടോ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കംപ്ലീറ്റ് ഇവന്മാരായിരിക്കും. അത് പ്ലാറ്റ്ഫോം ഇത്ര ഈ പ്രായത്തിന്റെയും ഇതിന്റെയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഒരേ സമയം മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഇവിടെ സെലക്ട് ചെയ്തത്. ഞാൻ യൂട്യൂബും സെലക്ട് ചെയ്ത്, ഫേസ്ബുക്കും സെലക്ട് ചെയ്തു, ഇൻസ്റ്റാഗ്രാം വെറുതെ കിടന്നോട്ടെ എന്നുള്ള രീതിക്ക് ഇൻസ്റ്റാഗ്രാമും സെലക്ട് ചെയ്തു. ഇവിടെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ വെറുതെ ഒന്നും പറഞ്ഞാട്ടോ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. ഓരോ ഘട്ടത്തിലും ഇവിടെ ലിങ്ക്ഡിൻ, നിങ്ങൾ ആലോചിച്ചു, ഈ ലിങ്ക്ഡിൻ ഞാൻ എനിക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, അല്ല കൺവേർഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ഈ പ്ലാറ്റ്ഫോമിനെ ഒന്ന് പഠിപ്പിക്കണമായിരുന്നു, ഏത് ടൈപ്പ് ആൾക്കാരെയാണ് ഞാൻ നോക്കുന്നത്. അതിനാണ് ഞാൻ ലിങ്ക്ഡിൻ ഉപയോഗിച്ചത്. ചിലതൊക്കെ അങ്ങനെയാണ്, പെട്ടെന്നൊന്നും കൺവേർട്ട് ആവില്ല. 5 കോടിയുടെ വില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവനെ കുറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ ഒരു 4 or 5 ഫ്രീക്വൻസിയിൽ ഒരു ക്രിയേറ്റീവ്സ് കൊണ്ട് കാണിക്കേണ്ടി വരും. പല ഈ പറഞ്ഞ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആണെങ്കിൽ, മറ്റൊന്ന് നമ്മുടെ ട്രസ്റ്റിനെ പൊക്കുന്നതാണെങ്കിൽ, അങ്ങനെ പല രീതിയിലും കാണിക്കേണ്ടി വരും. എത്തിഭായി എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്കതിൽ ഇനി പ്രത്യേകിച്ചൊന്നും പെർസ്പെക്ടീവ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ കൺസ്യൂമർ അത് എനിക്കതിലൊന്നും ആഡ് ചെയ്യാനില്ല. പിന്നെ ഇതിന്റെ കൂടെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു കൺസ്യൂമറിന് വേണ്ടി നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത്, ഞാൻ ഗ്രോത്തിന്റെ ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹം ഈ ചോദിക്കുന്ന അതിന്റെ ഒരു ബിഗിനർ സ്റ്റേജ്, HNIയുടെ ബിഗിനർ സ്റ്റേജ് ഇട്ട, HNIയുടെ എൻഡ് സ്റ്റേജോ മിഡിൽ സ്റ്റേജോ ഒന്നല്ല, അത് ബിഗിനർ സ്റ്റേജ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഡാറ്റാബേസിന് എടുക്കുന്നത് എപ്പോഴും നന്നാവും. ഈ ഡാറ്റാബേസ് ശരിക്കും എവിടെയാണ് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഡാറ്റാബേസ് എവിടെയാണ് എൻഗേജ് ചെയ്യുന്നത്, ഈ ഡാറ്റാബേസ് എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, എന്താ പറഞ്ഞാൽ ആര് പറഞ്ഞാലാണ് അവർ കേൾക്കുക,
എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പൊ ശ്യാം സാർ പറഞ്ഞത് അതിന്റെ ടെക്നിക്കൽ സ്റ്റാക്ക്, അതിൽ എനിക്ക് ഒരു പോയിന്റും ആഡ് ചെയ്യാനില്ല, ഒരു അക്ഷരം പോലും അതിലും ഉണ്ടാനില്ല. പക്ഷേ അതിന്റെ റിസർച്ച് ആസ്പെക്റ്റിലും പിന്നെ അതിന്റെ ഒരു സെയിൽസ് ക്ലോസിന്റെ ആസ്പെക്റ്റിലും ആണെങ്കിൽ ഇങ്ങനത്തെ ഡാറ്റകൾ എടുക്കുന്നത് എപ്പോഴും നന്നാവും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രണ്ട് രീതിയിലാണ് ഇവർ ഈ ഡീല് ക്ലോസ് ആക്കുക. ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്പോണ്ടേനിയസ് ഡിസിഷൻ എടുക്കും. ഓക്കെ, ഐ ആം റെഡി ഫോർ ദ പ്രോസസ്, ബാക്കി എന്റെ സെക്രട്ടറിനെ വന്ന് കണ്ടോ ആൻഡ് ഹി വിൽ ഡു ദ പേപ്പേഴ്സ്. ഇതാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ അത് ലാഗ് ചെയ്യും. അപ്പൊ ആ പ്രോസസ്സ് ഒരുപാട് ടൈം എടുക്കും. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ കുറച്ച് ആൾക്കാരായിട്ട് പഠിക്കട്ടെ, അങ്ങനെ പറഞ്ഞൊരു കാറ്റഗറിയും ഈ രണ്ട് കൂട്ടരാണ് ഇതിലുള്ളത്. നടുവിൽ നിൽക്കുന്ന കൂട്ടർ ഇതിൽ കുറവായിരിക്കും. കാരണം അവർ ഒന്നുകിൽ ഡിസിഷൻ പെട്ടെന്ന് എടുക്കുക, അതല്ലെങ്കിൽ ഡിസിഷൻ ഡിലേഡ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവരെ എൻഗേജ് ചെയ്യണമെന്നുള്ളതും ഏതൊക്കെ പിന്നെ സ്ഥലത്താണ് ഇവരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതും ആരൊക്കെ സംസാരിച്ചാലാണ് ഇവർ ഇതാവുക എന്നുള്ളതും കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. അത് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, സാറേ ഇങ്ങനത്തെ ഡാറ്റ എനിക്ക് എവിടുന്ന കിട്ടുക? ഇങ്ങനത്തെ ഡാറ്റ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സൈറ്റുകളിലും ഇപ്പൊ ലിങ്ക്ഡിനിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാർ വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരാളെ പേര് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. സർത്തക് അഹൂജ എന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോളി. സർത്തക് അഹൂജ എന്നാണ് ആളെ പേര്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ ലിങ്ക്ഡിൻ പോസ്റ്റുകൾ എപ്പോഴും കാണണം, അത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ എപ്പോഴും ഈ ഡാറ്റ പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എഴുതുന്നവരാണ്. ഡാറ്റ ഗവൺമെന്റിന്റെ പേഴ്സ്പെക്റ്റീവിലല്ല അവർ എഴുതുക, അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എഴുതുന്നതാണ്. അപ്പൊ ഈ പേഴ്സ്പെക്റ്റീവിലെ ഡാറ്റ നമ്മൾ ഈ പറയുന്ന ടെക്നിക്കൽ ഇംപ്ലിമെന്റേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അത് ഒരു കൃത്യമായ എൻ്റെ ഒരു നിരീക്ഷണം, അതിൽ അതേ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൂ. കാരണം ഇന്ത്യയിൽ എത്ര ആൾക്കാർ HNI-കൾ ഉണ്ട്. നമ്മളിപ്പോ ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു 1-2 മാസങ്ങൾക്ക് മുന്നേ ഒരു മലയാളിയായ ആള് ദുബൈയിലുള്ള 1600 കോടി റുപ്യ നിങ്ങളെ കയ്യിലുണ്ടോ, നിങ്ങളുടെ വരും, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇട്ട്. സത്യത്തിൽ പറഞ്ഞാൽ അയാൾ എന്തിനാണ് ഇട്ട് നിൽക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ എന്ത് ചെയ്ത് ഇയാളെ കളിയാക്കാൻ വേണ്ടി ഇറങ്ങി. അതും ഞാൻ കണ്ട്. താൻ ആരുടെ, തനിക്ക് വിവരല്ലേ, തനിക്ക് ബോധല്ലേ എന്ന് പറഞ്ഞിട്ട് കുറെ പിന്നെ അങ്ങനെ കുറെ ഡയലോഗുകൾ. അപ്പൊ ഞാൻ ആലോചിച്ച് ഇയാൾ എന്തിനപ്പോ ഇതിന് മറുപടി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ വേറൊരുത്തൻ അപ്പുറത്തിരുന്നിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് താൻ ആരടാ ഇത് പറയാൻ, പിന്നെ കാശുള്ള സംസാരിച്ചാൽ മതി. എൻ്റെ ഒരു കാഴ്ചപ്പാടില് അയാൾ വൈറാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിക്കണെന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ് ആണ്. കാരണം 4 തെറി കേട്ടാലും 4 ആൾ അറിഞ്ഞു. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം. HNI-കൾ ഒരിക്കലും ഇത് ഇഷ്ടപ്പെടില്ല. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരില്ലേ, അവർ ഒരു കാരണവശാലും, നേരെ ശ്യാം സാർ പറഞ്ഞൊരു വാക്ക് വളരെ കൃത്യമാണ്, അവർ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിയിട്ട് എന്താ പറയണ്ടി കണ്ട ഡാൻസ് ഒന്നും കേട്ട് കുത്തിരിക്കൊണ്ട് അവർക്ക് അതൊന്നും സമയമില്ല. അപ്പോ അങ്ങനത്തെ ആൾക്കാർ ആവറേജ് ഫോൺ യൂസേജ് പെർ ഡേ എടുത്തു നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 20 to 30 minutes ആണ് ആവറേജ് ഇന്റർനെറ്റിൽ അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ 8 മണിക്കൂറും 9 മണിക്കൂറും 10 മണിക്കൂറും ഉപയോഗിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് വെറും 20 മിനിറ്റ് ആണ് ബ്രൗസ് ചെയ്യാൻ. അപ്പൊ ആ 20 മിനിറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് അവർ ഡിസിഷൻ എടുക്കില്ല. ഓക്കെ, അവർ ആ ഡിസിഷൻ എടുക്കില്ല. ആ ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ ആ പ്രോസസ്സ് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ B2B കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ കിട്ടാൻ അങ്ങനെ കുറെ ഡാറ്റ ഫെച്ച് ചെയ്യുന്ന കുറെ ടൂളുകൾ ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം. കാരണം അങ്ങനത്തെ കാറ്റഗറിയിലെ ആൾക്കാരെ കറക്റ്റ് പിന്നെ പിൻ പോയിന്റ് ചെയ്ത് അവരെ ഐഡന്റിഫൈ ചെയ്തെടുത്ത് അവർ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ സാറ് പറഞ്ഞ ലിങ്ക്ഡിനെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്കിന്റെ കൂടെ തന്നെ ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമും ഇങ്ങനത്തെ ആൾക്കാർക്കും, അത് എങ്ങനെ വെച്ചാൽ ടെക്നോക്രാറ്റുകൾക്ക് മാത്രട്ടാ. അതും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്, റിയൽ എസ്റ്റേറ്റ് മുഗൾസ്, FMCG കമ്പനികളുടെ തലവന്മാർ, ഇവരൊന്നും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ ഇല്ല. ടെക്നോക്രാറ്റുകള്, ടെക്നോളജി കമ്പനികളുടെ CEOമാര്, അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സ്, അങ്ങനത്തെവർക്ക് ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ, ഇപ്പൊ ഡിസ്കോഡ് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ പിന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ആ ഡാറ്റ അത് B2Bക്ക് അങ്ങനത്തെ ഡാറ്റ ഐഡന്റിഫൈ ചെയ്ത് എടുത്ത് ആ ഡാറ്റനെ
ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഒക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോ ശ്യാം സാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും. തേർഡ് പാർട്ടി കുക്കീസ് എല്ലാ കമ്പനികളും ഭാഗികമായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു CDP പ്ലാറ്റ്ഫോം വലിയ കമ്പനികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മളെ പോലത്തെ ഏജൻസികളൊന്നും, ചോട്ട ഏജൻസികളൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും അതും ആസ് എ സർവീസ് വരും എന്നാണ് ഞാൻ ചിന്തിച്ചു പോണത് കുറച്ചും കൂടിയും കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഡാറ്റ വിൽക്കുന്ന പിന്നെ എന്താ പറയുക, കമ്പനികൾ ചിലപ്പോൾ വരാം, കസ്റ്റമർ ഡാറ്റ പ്ലാറ്റ്ഫോമുകൾ, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന് നമുക്ക് ചിലപ്പോൾ ലീസിന് തരുന്ന രീതിയിലൊക്കെ വന്നെന്ന് വരും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന HNIകൾ എടുക്കാൻ ഈ പ്രോഗ്രമാറ്റിക് ആഡ് പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് സെക്കൻഡറി ഡാറ്റ വിൽക്കുന്ന ട്രേഡ് ഡെസ്ക് എന്ന് പറഞ്ഞ പോലത്തെ പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾക്ക് ഒന്നുകൂടി ഉപകരിക്കും. ട്രേഡ് ഡെസ്ക് എന്നാണ് അതിന്റെ പേര്. അത് ഉപകരിക്കും. കാരണം ഈ ഇങ്ങനത്തെ ഡാറ്റ കിട്ടാൻ അവര് കൃത്യമായ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അത് ഞാൻ ചില ക്ലയന്റുകൾക്ക് റിസർച്ചിൽ ഞാൻ പഠിച്ചപ്പോൾ അത് കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ കയ്യിൽ ആഡ് ചെയ്യാനുള്ളത്. സാറേ ട്രേഡ് ഡെസ്ക് എന്നുള്ളത് ശരിക്കും പറഞ്ഞ സെക്കൻഡ്, അതായത് നമുക്ക് 3 പാർട്ടി ഡേറ്റ ഉണ്ട്. 1 ഫസ്റ്റ് പാർട്ടി ഡേറ്റ, 2 സെക്കൻഡ് പാർട്ടി ഡേറ്റ, 3 തേർഡ് പാർട്ടി ഡേറ്റ. അപ്പൊ ഫസ്റ്റ് പാർട്ടി ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഡേറ്റ, നമ്മളെ കമ്പനിയിലുള്ള ഡേറ്റക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് പാർട്ടി ഡേറ്റ എന്ന് പറയും. സി ദാറ്റ്സ് അവർ ഓൺ പ്രൈവറ്റ് ഡേറ്റ. ഇപ്പോ ശ്യാം സാർ നേരത്തെ പറഞ്ഞ, രഞ്ജിയേട്ടൻ പറഞ്ഞ പോലെ, ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ച പോലെ, those data which is our own data which we have received, അത് ഓർഗാനിക്കലി ഓർ ഇൻഓർഗാനിക്കലി നമ്മൾ അതിനെ കറക്റ്റ് സോഴ്സ് ചെയ്ത് സെഗ്മെന്റ് ചെയ്ത് വെക്കുന്നതാണ് ഫസ്റ്റ് പാർട്ടി ഡേറ്റ. ശരിക്കും ഇപ്പൊ നടക്കുന്ന ഒരു പ്രോസസ് എന്താ വെച്ചാൽ, ഈ ഫസ്റ്റ് പാർട്ടി ഡേറ്റ കൊണ്ടുപോയിട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ട്രേഡ് ഡെസ്കിന് നമ്മൾ കണക്ട് ചെയ്യും. ഫൈൻ. സോ വി ടീച്ച് ദം, നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെ വെച്ചാൽ, വി ടീച്ച് ദം that these are preferences, these are our behaviors, these are our data signals, ഞങ്ങൾക്ക് വേണ്ടി ഡേറ്റ ഇതാണെന്ന് പറയും. അപ്പൊ ഈ ട്രേഡ് ഡെസ്ക് പോലത്തെ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങനെ കുറെ ആൾക്കാർ ഫസ്റ്റ് പാർട്ടി ഡേറ്റ വരുത്തുന്നുണ്ട്. ഫൈൻ, കിട്ടണ്ട ആ ഡേറ്റ നമുക്ക് സെക്കൻഡ് പാർട്ടി ഡേറ്റ ആയിട്ട് നമുക്ക് തരും. യു ഗെറ്റ് മീ? അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്ലിയർ കൺസൈസ് ഡേറ്റ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ആ ബാക്കിയുള്ള കമ്പനികളുടെ ഫസ്റ്റ് പാർട്ടി ഡേറ്റ നമുക്ക് തരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. അത് നമ്മൾ സെക്കൻഡ് പാർട്ടി ഡേറ്റ ആയിട്ട് എടുക്കുക. ഈ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മെറ്റക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ബ്രോഡായിട്ട് അടിക്കുക. ഇതാണ് ശരിക്കും ഒരു കോർപ്പറേറ്റ്. സോറി, ഞാൻ കേട്ടില്ല, സോറി. ഓൾമോസ്റ്റ് അതന്നെ. കാരണം അപ്പൊ നമുക്ക് മെറ്റയിലാണെങ്കിൽ മെറ്റയിൽ അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. ഞാനൊക്കെ അഡ്വാൻറ്റേജ് എന്നല്ല, അത് ഒരു മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. ആ നെറ്റ്വർക്കിലേക്ക് ഓഡിയൻസ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ഇലാബറേറ്റ് ഡേറ്റ. അപ്പൊ ഈ കോർപ്പറേറ്റ് കമ്പനികൾ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എടുത്തോളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞ കുക്കു FM, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫേം ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ഫേം, എനിക്ക് പേര് കിട്ടുന്നില്ല. ഇവരൊക്കെ ചെയ്ത പ്രോസസ് ഇതാ. ഇവർ വളരെ കൃത്യമായി. പിന്നെ ഒരു നെറ്റ്വർക്ക് ഉള്ളത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഈ HNIകളെ കിട്ടാൻ പറ്റുന്ന വേറൊരു നെറ്റ്വർക്ക് ഉള്ളത് നേറ്റീവ് ആഡ് നെറ്റ്വർക്കാണ്. നേറ്റീവ് ആഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടബൂല, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഔട്ട്ബ്രെയിൻ. ഈ 2 നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പരിധി വരട്ടെ, ഞാൻ പറഞ്ഞത് പരിപൂർണ യാഥാർത്ഥ്യത്തോടും നീതി പുലർത്തിയിട്ടുള്ള ഡേറ്റ കിട്ടുന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ കിട്ടിയില്ല. പക്ഷെ HNIകളിലെ ഒരു കാറ്റഗറി ആവണ സമയത്ത്, പ്രത്യേകിച്ച് നേറ്റീവ് ആഡ് നെറ്റ്വർക്കിലെ ടബൂലയും ഔട്ട്ബ്രെയിനൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ പരിധി വരെ അത് സഹായിക്കും. അപ്പൊ നമ്മൾ ശരിക്ക് ഒരു മീഡിയ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോ നേരത്തെ സാറ് പറഞ്ഞ പോലത്തെ പ്ലാറ്റ്ഫോമുകളുടെ കൂടെ തന്നെ ഈ റിസർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ ഇവർ എവിടെയാണ് ഇവരുടെ ടൈം കൺസ്യൂം ചെയ്യണമെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഫോർ എക്സാമ്പിൾ പറയണേ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രേഡ് ഷോകൾ നമ്മൾ എന്തിനാ പോയിട്ട് സ്റ്റാൾ ഇടുന്നത്? വലിയ വലിയ ട്രേഡ് ഷോകളിൽ നമ്മൾ പോയിട്ട് സ്റ്റാൾ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ആൾക്കാർ വരുന്ന സമയത്ത് സോ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു അട്രാക്ട് ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. എന്തിനാ വേറെ കണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വലിയ പിന്നെ ക്രിഡായുടെ അല്ലെങ്കിൽ റെയറുടെ
റിയൽ എസ്റ്റേറ്റ് പിന്നെ ഇത് ഇവന്റുകൾ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അവിടെ ഇടുന്നത്? അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി റൂട്ട് അത്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഈസി റൂട്ടിൽ ചെന്നിട്ട് ഈ ഡേറ്റ് എടുക്കുക. അപ്പൊ വരെ ബിഹേവിയർ നമുക്ക് പഠിയും. ഇങ്ങനെയാണ് രീതി, ഇങ്ങനെയാണ് രീതി. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ 1600 കോടിന്റെ കിട്ടോളി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കണത് വെറും വൈറാലിറ്റിക്ക് വേണ്ടി ആൾ ഒപ്പിച്ച പണിയാണ്. അയാൾക്ക് ആരാണ് ആ ബുദ്ധി പറഞ്ഞു കൊടുത്ത് നിൽക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ആള് ഒപ്പിച്ചിക്കണ 4 തെറി കേട്ടാലും വേണ്ടില്ല. അത് അതിനെക്കാട്ടി വലിയ തമാശ അതിന്റെ കൂടെ തന്നെ ഒരു ലേഡി ഇതുപോലെ ഒരു വീട് കാണിച്ചത് ഞാൻ കണ്ട്. ആ ലേഡിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോ ആ ലേഡി പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഇതിന് 42 കോടിയുള്ളൂന്ന്. നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയേക്ക് ആ ലേഡി പറഞ്ഞതിന് 43 കോടിയാണ്. അപ്പൊ തന്നെ വേറൊരുത്തൻ ട്രോൾ ഇറക്കിയിട്ടുണ്ട്, ഇതെന്താടേ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും കോടികൾക്ക് ഒരു വിലയില്ലേന്ന്. അപ്പൊ അത് എന്താ വെച്ചാല് ഞാൻ മനസ്സിലാക്കേണ്ടത് വെറും വൈറാലിറ്റിക്ക് ചെയ്യണത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം HNI-കൾ ഒരു കാരണവശാലും ഈ എന്റർടൈൻമെന്റ് നിൽക്കില്ല. കാരണം ഞാൻ കുറച്ച് HNI-കളായിട്ട് ഞാൻ ഇടപെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ യാത്രകൾ പോയിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം അവര് മൊബൈൽ ഫോൺ തന്നെ വല്ല എമർജൻസി കോളും വന്നെടുക്കും. പിന്നെ വളരെ കൃത്യമായ രീതിയിൽ ഇപ്പൊ സാം സാർ പറഞ്ഞ പോലെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കാര്യങ്ങളെ നോക്കി ഓരും ഉണ്ടാതെ കുത്തിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇമെയിൽ മാർക്കറ്റിംഗ് ഇവിടെ നല്ലൊരു സാധ്യതയാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഇവിടെ കൃത്യമായ ഒരു സാധ്യതയാണ്. വാട്സപ്പിന് ഫണൽ ഉണ്ടാക്കുന്നത് HNI-കളെ സംബന്ധിച്ചിടത്തോളം അത്ര സാധ്യതയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് എന്റെ പഠനം മാത്രമാണ്. ചിലപ്പോൾ എന്റെ പഠനങ്ങളിൽ തെറ്റുവരാം. ഞാൻ മനസ്സിലാക്കിയ പഠനം അനുസരിച്ച് വാട്സപ്പിലെ ഫണൽ കൂടുതലും D2C-കൾക്കാണ് ഒന്നും കൂടി, പ്രത്യേകിച്ച് ആവറേജ് ഓർഡർ വാല്യൂ കുറഞ്ഞ D2C പ്രൊഡക്റ്റുകൾക്ക് അതൊരു നല്ല മാധ്യമമാണെങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്ക് ഞാൻ അതൊരു മാധ്യമമായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പൊ എനിക്കിവിടെ കൂട്ടി യോജിക്കാനുള്ളത്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അഭിനവ്ജി, എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ പറയാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാർ. ഇനി നെക്സ്റ്റ് വീക്ക് ഒന്നും കൂടി വിപുലമായ രീതിയിൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ട് എല്ലാവരെയും സമയത്തിന്റെ ലഭ്യത കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് ചർച്ച വെക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു ശ്യാം സാർ. താങ്ക് യു രഞ്ജി. താങ്ക് യു ഹസൻ.